അനുഗ്രഹിക്കപ്പെട്ട പ്രശാന്ത സുന്ദരമായ ഈ ഉയർപ്പിൻ ദിനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. And I thank God for this blessed day that we have today. ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയുടെ സീനിയർ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന പ്രിയ ഫിനി പാസ്റ്റർ കുടുംബം. And to the senior pastor of this church who very beloved in their family, Pastor Finney and family. ഈ സഭയിലെ അനുഗ്രഹീതരായ ദൈവദാസി ദാസന്മാർ, and all the beloved brothers and sisters of the church. വിസിറ്റിംഗിൽ ഇവിടെ ആയിരിക്കുന്ന പ്രിയ ദൈവദാസന്മാർ, and the servants of God that are visiting as well. വളരെ അനുഗ്രഹീതമായ നിലയിൽ പ്രഭാതത്തിൽ വചന ക്ലാസുകൾക്ക് നേതൃത്വം കൊടുത്ത പ്രിയ ദൈവദാസൻ, and the servant of God who shared from the Bible class this morning. പ്രിയ ബിജു പാസ്റ്റർ, പ്രിയ ബെന്നിച്ചാന്, അവരെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Pastor Biju and Brother Benny, I thank God for them all. പ്രിയ ഫിനി പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഓൺലൈനിലൂടെയാണ് ഞങ്ങൾ ഇതുവരെ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് പകലിൽ മുഖാമുഖമായി കാണുവാൻ, ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഈ ഭൂമിയിൽ ദൈവം ഒരു അവസരം ഒരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. And as Pastor Finney mentioned, till now we'd only saw each other online, but I thank God that for the first time we were able to see each other face to face. പ്രിയ അന്നമ്മ ആന്റി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I also thank God for Sister Anima Machi. എല്ലാവരെയും ഒരിക്കലൂടെ ഞാൻ വന്ദനം ചൊല്ലുകയാണ്. Once again I would like to greet you all. എൻ്റെ പേര് പ്രകാശ് എന്നാണ്. കേരളത്തിൽ റാന്നിയിലാണ് എൻ്റെ സ്വദേശം. നീണ്ട 20-ൽ പരം വർഷങ്ങളായി ദൈവവചന പഠനത്തോടും കർത്താവിൻ്റെ മഹത്വകരമായ ശുശ്രൂഷയോടും അനുബന്ധിച്ച് നോർത്ത് ഇന്ത്യയിലായിരിക്കുന്നു. And as I mentioned, my name is Pastor Prakash and I've been in the ministry for the last 20 years teaching the word of God. വലിയ ദൈവ സാന്നിധ്യത്തിന്റെ മറവിലാണ് നാം ആയിരിക്കുന്നത്. And we are sitting in the presence of God, great presence of God today. പകലിൽ ആ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിപ്പാനിടയായി തീർന്നു. This morning when I heard that one testimony, I thought to myself, എല്ലാ ഞായറാഴ്ചയും നാം ഇങ്ങനെ കൂടി വരുമ്പോൾ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേൾപ്പാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, that if only we had been able to hear that kind of testimony every time we gather. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ഒരു സാക്ഷ്യം. ഹല്ലേലൂയ. A testimony of the receiving of the Holy Spirit. ഇന്ന് പകലിൽ അങ്ങനെ പ്രാപിക്കുവാൻ ഇനിയുമുള്ളവർ ഇന്നു മുതൽ പ്രാർത്ഥിച്ചോണം. അടുത്ത ആഴ്ച സാക്ഷ്യമായിട്ട് ഇവിടെ എഴുന്നേൽക്കണം. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ ദൈവം എനിക്ക് തന്നു നിറച്ചു എന്നുള്ള സാക്ഷ്യം കേൾപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. This morning may we pray and may the Lord help us to testify next week that we received the Spirit that we had prayed for. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. Let me bring your attention to the Gospel of John chapter 20 verse 9. യോഹന്നാൻ 20:9. John chapter 20 verse 9. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. For as yet they did not understand the scripture that he must rise from the dead. പ്രഭാതം മുതൽ വളരെ അനുഗ്രഹീതമായ നിലയിൽ വേദപഠന ക്ലാസും അതിനോടനുബന്ധിച്ച് അനുഗ്രഹീതമായ പ്രഭാഷണവും നാം കേൾക്കുവാനിടയായി തീർന്നു. This morning from the beginning of Bible study onwards we've been hearing the word of God. ക്രിസ്തു കേന്ദ്രീകൃതമായ വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസുകളും വചനവുമാണ് നാം കേൾപ്പാനിടയായി തീർന്നത്. We've been hearing class and scriptures centered around Christ. ഇന്ന് പകലിൽ നമ്മൾ ഈ ഉയർപ്പിന്റെ പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നതിന്റെ ഏക കാരണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമാണ്. And the reason that we are here on this resurrection morning is because of our Lord and Savior Christ. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം മറ്റ് ഇതര സമാന്തര സുവിശേഷങ്ങളിൽ സിനാപ്റ്റിക് ഗോസ്പലിലൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. We know that the Gospel of John is presented differently than the other synoptic gospels. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം, that on the first day of the week, ഇരുട്ടുള്ളപ്പോൾ, that when it was darkness, അതിരാവിലെ, in the early morning, മഗ്ദലക്കാരത്തി മറിയ, the Mary Magdalene, യേശുവിന്റെ കല്ലറയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാനിടയായി. journeys to the tomb of Jesus Christ. ഇതുപോലെ ഒരു ഉയർപ്പിന്റെ ദിവസം, that on this resurrection day, ഇതുപോലെ എന്ന് പറഞ്ഞാൽ യേശു ഉയർത്തെഴുന്നേറ്റ ആദ്യ ദിവസം, meaning at the day, the first day of his resurrection, എല്ലാവരും ഭയത്തിന്റെ നിഴലിലായിരിക്കുമ്പോൾ, that while everyone is sitting in fear, ഒരുക്കിയ സുഗന്ധവർഗവുമായിട്ട്, that they were sitting prepared for something, ഒരു പറ്റം സഹോദരിമാർ, that a group of women, യോഹന്നാന്റെ സുവിശേഷം 20-ൽ മറിയ മാത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. in the Gospel of John chapter 20 we only see Mary. യേശുവിന്റെ കല്ലറയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. She journeys to the tomb of Christ. അവൾ പോകുമ്പോൾ അവിടെ ഉള്ളിലുള്ള ചിന്ത എന്താണ്? And what is the thought that is in her mind? ചലനമറ്റ യേശുവിന്റെ ശരീരം കാണുവാൻ, that to see the body of Christ, മരിച്ച യേശുവിന്റെ ശരീരം to see കാണുവാൻ, the dead body of Christ, ജീർണിച്ചു തുടങ്ങുന്ന യേശുവിന്റെ ശരീരം to see the കാണുവാൻ decaying body of അവൾ Christ. ഒരുക്കിയ സുഗന്ധവർഗവുമായി കടന്നു പോകുകയാണ്. She's preparing herself, she's going to the tomb. എന്താ അവൾ അങ്ങനെ ചെയ്യാൻ കാരണം? Why is it she does ഒറ്റ that? കാരണമേ ഉള്ളൂ. One reason only. യേശു ജീവിച്ചിരുന്നപ്പോൾ When Jesus was താൻ alive, ഉയർത്തെഴുന്നേൽക്കുമെന്ന് that one day he resurrected,
ആവർത്തിച്ചു പറഞ്ഞ the one who said that, ദൈവവചനം the word of അവൾ God, കേട്ടെങ്കിലും that though she heard it, ഗ്രഹിക്കേണ്ടവണ്ണം that to understand, ഗ്രഹിക്കുവാൻ കഴിയാഞ്ഞതുകൊണ്ട് because she couldn't understand, യഹൂദന്മാരുടെ that amongst the Jews, ആചാരമനുഷ്ഠിച്ച് that to go and see, ചിലതൊക്കെ ഒരുക്കിക്കൊണ്ട് കടന്നു she ചെല്ലുകയാണ്. prepares some things and goes. അവിടെ കടന്നു ചെന്നപ്പോൾ ചില വലിയ സംഭവങ്ങൾ കണ്ടു. And when she goes there, she sees some great ആര് things. ഞങ്ങൾക്ക് വേണ്ടി ഉരുട്ടി മാറ്റുമെന്ന് പറഞ്ഞ ആ കല്ല് ഉരുണ്ടു മാറിയിരിക്കുന്ന അവിടെ കാണുവാനിടയായി. That the stone that she said, who will roll away, was rolled. ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി അവൾ കണ്ടു. For the first question, there was an answer she saw. ഇത് കണ്ടിട്ട് അകത്ത് പ്രവേശിച്ചില്ല അവള്. And she did not enter after seeing this. യേശു കഴിഞ്ഞാൽ അവൾ കോടി ചെല്ലാൻ ഒരിടം യേശുവിന്റെ ശിഷ്യന്മാരാണ്. That after Christ, the only place she has to run to are her വേഗത്തിൽ disciples. ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഓടി. Quickly she runs to the അവരോട് disciples. വാർത്ത അറിയിച്ചു. And they say, she tells them the അവര് news. രണ്ടുപേരും ഓടി. And two of them run. ആകപ്പാടെ ഒരു ഓട്ടമാണ് അങ്ങോട്ടും And ഇങ്ങോട്ടും. they're just running back and ഒരു forth. പരക്കം പാച്ചിലാണ്. That they're just running scramble. ഇവര് രണ്ടുപേരും ഓടി അവിടെ എത്തി. And the two, they run and they get there. കല്ലറയ്ക്കകത്തു കയറി. They get inside the tomb. കാര്യം സ്ഥിരീകരിച്ചു. That they understood the thing. യേശുവിന്റെ ശരീരം അവിടെ ഇല്ല. Jesus' body is in അവന്റെ there. റൂമാൽ ഒരിടത്ത് കിടക്കുന്നു. That his clothes are in one place. അതെല്ലാം അവർ സ്ഥിരീകരിച്ചു. That he has prepared it well. അവര് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. He has gone home. എന്നാൽ മറിയ കല്ലറയ്ക്ക് പുറത്ത് നിന്നു. And yet Mary stands outside അവൾ the tomb. കരയുവാൻ തുടങ്ങി. She starts weeping. എന്നെ ചിന്തിപ്പിച്ച ഭാഗം അതാണ്. The thing that thought made me think was that ശിഷ്യന്മാരുടെ ഉള്ളിലും വചനമില്ലായിരുന്നു. the disciples didn't have the word in അവരുടെ them. ഉള്ളിലും They സ്നേഹമില്ലായിരുന്നു. had no love within them. പക്ഷെ മറിയയുടെ ഉള്ളിൽ But in സ്നേഹമുണ്ടായിരുന്നു. the heart of Mary there was love. ആ യേശുവിനോടുള്ള സ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ട് That because there's a love she had ആ for Christ. കല്ലറയുടെ മുമ്പിൽ അവളെ നിൽക്കുവാൻ പ്രേരിപ്പിക്കുവാനിടയായി. She was compelled to stand at the ഞാൻ എന്റെ tomb. ഭാവനയിൽ ഇങ്ങനെ കാണുകയാണ്. Then in my mind I see it like this. ശിഷ്യന്മാരുടെ വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ That when she goes back, they go back to മറിയോടും Simon's house. പറഞ്ഞു കാണുമായിരിക്കാം, That they may have said to Mary, മറിയ ഇവിടെ നിൽക്കണ്ട, Mary, don't stand ഇത് here. ഇരുട്ടുള്ള സമയമാണ്, Mary, it's a time of ഇത് darkness. രാത്രിയാണ്, That this is night. നീ ഇവിടെ നിൽക്കുന്നത് അത്ര പന്തികേടല്ല, It's not good for you to stay നീ here. ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞു They may കാണുമായിരിക്കാം. have said, come along with us. പക്ഷെ മറിയ പോകുവാൻ But തയ്യാറായില്ല. Mary was not ready to leave. മറിയ പോകുവാൻ തയ്യാറായില്ല. Mary was not ready to leave. മറിയയ്ക്ക് ഒരു കാര്യം അറിയാം, Mary understands something. പത്രോസ് ഇറങ്ങിയതുപോലെയല്ല ഞാൻ ഇറങ്ങിയത്, That the way Peter left is not the way I മറ്റു left. ശിഷ്യന്മാർ ഇറങ്ങിയതുപോലെ ഒന്ന് ഇറങ്ങിയല്ല ഞാൻ യേശുവിനെ അനുഗമിച്ചത്. That I did not see Jesus the way others did. എന്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ അനുഗമിക്കുവാൻ ഒരു വലിയ കാരണമുണ്ടെന്ന് അവൾ അവിടെ ഗ്രഹിക്കുവാനിടയായി She തീർന്നു. understands there's a great reason why she meets Christ. ആർക്കും വേണ്ടാത്തവളായിട്ട്, That she was one no one wanted. എല്ലാവരാലും That she അവഗണിക്കപ്പെട്ടവളായിട്ട്, was betrayed by everyone. സമൂഹത്തിന് That the വേണ്ടാത്തവളായിട്ട്, community doesn't want her. ആരോഗ്യം കാണുമായിരിക്കാം, That she may have weakness. സൗന്ദര്യം She may have കാണുമായിരിക്കാം, beauty and strength. പഠിത്തം She may കാണുമായിരിക്കാം, have knowledge. പക്ഷെ 7 ദുർഭൂതങ്ങൾ അവളിൽ പകർന്നിരുന്നത് കൊണ്ട് അവൾക്കൊരിക്കലും ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുവാൻ കഴിയത്തില്ലായിരുന്നു. But because there's a spirit of darkness on her, she cannot enter the മാറി community. മാറി വൈദ്യന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി കാണാം, Going to different doctors and പലരുടെ healers. അടുക്കൽ കൊണ്ടുപോയി കാണാം, Going to many people. കൗൺസിലന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി Maybe കാണാം. going to counseling. എല്ലാവരും ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ് എഴുതി കളയുവാനിടയായി, Everyone wrote her off as impossible. സാധ്യതകൾ അസ്തമിക്കുവാനിടയായി, That is ഒരു impossible. ഭവനത്തിന്റെ റൂമിനുള്ളിൽ അവൾ ഒതുങ്ങുവാനിടയായി That തീർന്നു. she was placed inside of a home എല്ലാവരും room. പരീക്ഷിക്കപ്പെട്ട് തളർന്നു കഴിഞ്ഞപ്പോൾ That when everyone tried and was എന്റെ defeated, യേശുവിന്റെ സാന്നിധ്യം അവിടെ വെളിപ്പെടുവാനിടയായി Lord തീർന്നു. Jesus' presence comes എന്റെ down. യേശു അവിടെ കടന്നു Lord വരുവാനിടയായി. Jesus comes there. ഒരു ഭൂതം ബാധിച്ചവനെ സമൂഹത്തിന് പേടിയാണ്. That if the people are scared of a person with one demon, അങ്ങനെയെങ്കിൽ 7 ബാധിച്ചവരുടെ കാര്യം പറയണമോ? then do we need to talk about one who had 7 പക്ഷെ യേശു demons? അവിടെ കടന്നു വരുവാനിടയായി. But Jesus comes there. യേശു അവളെ സൗഖ്യമാക്കുവാനിടയായി. Jesus heals her. മറിയ എന്തിനാ യേശു സൗഖ്യമാക്കിയത്? Why is it Mary ഒരു Jesus healed ഉയർപ്പിന്റെ Mary? പകൽക്കാലം എനിക്ക് മുമ്പായി വരുന്നുണ്ട്. There's a resurrection morning coming അനേകർ ahead. ഓടി മാറുമ്പോൾ, That when I run there, അനേകർ പിന്മാറുമ്പോൾ, when many people leave, എനിക്ക് വേണ്ടി കാത്തു നിൽക്കുവാൻ, the one who will wait for me, എനിക്ക് വേണ്ടി വെയിറ്റ് the ചെയ്യുവാൻ one who will wait for ഇവൾ me, ഉള്ളവളാണെന്ന് യേശു തിരിച്ചറിയുവാനിടയായി. that the people would know she is ഇന്ന് waiting for me. പകൽക്കാലം This morning, യേശുവിന് നമ്മളെ ദൂരത്തു നിന്നറിയാം. Jesus knows us from afar. ആരെല്ലാം ഒതുക്കാൻ നോക്കിയാലും, No matter who tries to put us down, എവിടേക്കെല്ലാം വലിച്ചിഴച്ചുകൊണ്ട് that പോയാലും, wherever they try to throw us, ഇന്ന് പകലിൽ ദൈവത്തിന്റെ പദ്ധതി നിന്റെ മേലുണ്ടെങ്കിൽ, this morning if the will of God is on your ദൈവിക life, നിയോഗം നിന്റെ മേലുണ്ടെങ്കിൽ, that He has the will in your life, അതിനെ പൊളിക്കുവാൻ അധികാരമുള്ള ഒരുവന്റെ കരം ഇന്ന് പകൽ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. this morning there's an anointing hand ചൂടാമാനവ that's ശംഭന dwelling in റിഗാനക this place. സിയാന്തനാരക. Yes, അവൻ Lord. വിശ്വസ്തനായ ദൈവമാണ്. That our God, Christ is അവൻ faithful. വിശ്വാസത്തിന്റെ നായകനാണ്. He is the author of അവൻ salvation. പൂർത്തി വരുത്തുന്ന He is യഹോവയാണ്. the perfecter. അവനെ നോക്കുവിനെന്നാണ് തിരുവചനത്തിൽ നാം The കേട്ടത്. scripture tells us who to look to.
അവളെ ഒതുക്കാവുന്ന രീതിയിലെല്ലാം ഒതുക്കുവാനിടയായി. That everyone tries to push her down the way they പക്ഷെ could. യേശു അവിടെ വന്നുവാനിടയായി. But yet Jesus comes there. യേശു അവിടെ വരുവാനിടയായി. Jesus comes യേശു there. ഒരാളെ തൊട്ടിട്ടുണ്ടെങ്കിൽ, If Jesus touches one യേശു person, ഒരാളെ അവന്റെ ആത്മാവിനാൽ if നിറച്ചിട്ടുണ്ടെങ്കിൽ, Jesus filled someone with His Spirit, നമ്മൾ ഇന്നത്തെ ദിവസമായിരിക്കും കാണുന്നത്. maybe today we see it. എന്നാൽ മാസങ്ങൾക്ക് ശേഷം, ആണ്ടുകൾക്ക് ശേഷം എന്താ നടക്കാൻ പോകുന്നത്, അവരിലൂടെ എന്താണ് ദൈവം ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അവൻ നിത്യതയിലെ കണ്ട ദൈവമാണ്. But He is a God who saw long many times ago. നിത്യതയിൽ നിന്ന് അവൻ കണ്ടതാണ്. But from eternity He saw it എനിക്ക് ഈ before. മതിലിനപ്പുറം കാണാൻ കഴിയത്തില്ല. I cannot see beyond the wall. എനിക്ക് ഈ വാളിനപ്പുറം കാണാൻ I കഴിയത്തില്ല. cannot see beyond the എന്നാൽ wall. ഭാവിയും ഭൂതവും വർത്തമാനവും ഒരുപോലെ കാണുന്ന ഒരുവനെയാണ് ഇന്ന് പകലിൽ നാം ആരാധിക്കുന്നത്. This morning we worship a God who sees it all. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ വർത്തമാനകാലം കണ്ട് നീ ഭാരപ്പെടേണ്ട കുഞ്ഞെ. നിന്റെ വർത്തമാനത്തിലെ ഇരുളു കണ്ട് നീ ഭാരപ്പെടേണ്ട. ഒരു ഭാവികാലം നിന്റെ മുമ്പിലുണ്ട്. അഭിഷേകത്തിന്റെ നിറവിൽ, അധികാരത്തോട്, ആത്മനിറവോട് എന്റെ കർത്താവിന്റെ ഒരു സാക്ഷിയായി നിൽക്കുന്ന ഒരു ദിവസം നിന്റെ മുമ്പിലുണ്ട്. So there's a time coming where you'll be a testimony of Christ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് പലരും നിന്നെ വിട്ട് ഓടുവാനിടയാകാം. ഏകാന്തതകളുടെ കടന്നു പോകേണ്ടി വരാ. പക്ഷെ ഒരു കാര്യം ഓർത്താണ്, നീ നിൽക്കുവാൻ തയ്യാറായാൽ ദൈവത്തിന്റെ മഹത്വം നീ അനുഭവിപ്പാനിടയായി You may തീരും. have to go through many things in life, but if you will stay, you will see the glory of എന്റെ God. ഭിന്നിപ്പാഷ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, 3.5 വർഷക്കാലം യേശുവിന്റെ കൂടെ നടന്നവരായി വരെ. That one thing I don't understand, for 3.5 years they walked with Christ. യേശുവിന്റെ റൂട്ട് മാപ്പ് എല്ലാം ഇവർക്കറിയാം. They knew the ways He goes. ആരെയൊക്കെ സൗഖ്യമാക്കിയെന്നറിയാം. They know who He's healed. എവിടെയൊക്കെ വിടുതൽ നടന്നെന്നറിയാം. They know where the deliverance has പക്ഷെ happened. ഒരു കാര്യം അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല. Yet one thing they cannot അവൻ understand, ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള സത്യം. the truth of His resurrection. അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള സത്യം അവർ ഗ്രഹിച്ചില്ല. They cannot fathom, understand the truth of His resurrection. ഇന്ന് പകലിൽ അറിയേണ്ടവണ്ണം അറിയേണ്ട സമയത്ത് അറിയാത്തത് ഒരു വലിയ തെറ്റാണ്. Not knowing the things we should know at the right time is wrong. അറിയരുതാത്തത് അറിയാൻ നീ ആഗ്രഹിക്കണ്ട. The things we do not know, we should not know, we should പക്ഷെ not ഇന്ന് desire to പകലിൽ know. അറിയേണ്ടത് അറിഞ്ഞിട്ടേ മടങ്ങി പോകാവൂ. But you should leave knowing what you should know. Glory to God. Come on. അറിയേണ്ടത് അറിഞ്ഞാൽ If you know the things you should നീ ആള് know, മാറുവാനിടയായി then തീരും. you will be transformed. അതിന്റെ സാക്ഷ്യമായി ഇന്ന് നാം And കേട്ടത്, that's the truth we heard. പരിശുദ്ധാത്മാവുണ്ട്, That the Holy Spirit is real. അവന്റെ അഭിഷേകമുണ്ട്, His anointing is real. വരങ്ങളുണ്ട്. His coming is അതിനു real. വേണ്ടി ഒരുള്ളം ആഗ്രഹിച്ചാൽ And if one desires, അവരെ നിറയ്ക്കാൻ പിതാവ് തയ്യാറാണ്. the Father is willing to fill. അവരെ നിറയ്ക്കാൻ പിതാവ് The തയ്യാറാണ്. Father is willing to പക്ഷെ fill. ചോദിക്കാൻ നാം തയ്യാറാകണം. But we must be ready to എത്ര ask. പേര് ചോദിച്ചിട്ടുണ്ട്? How many of us have asked? കുഞ്ഞുങ്ങൾ എത്ര പേര് ചോദിച്ചിട്ടുണ്ട്? Young people, how many of you asked? എനിക്ക് ആത്മാവിനാൽ That I നിറയപ്പെടണം. want to be filled with the Spirit. മേരി ജോൺസ് എന്ന് പറയുന്ന ഒരു ബാലികയുടെ കഥ ഞാൻ നിങ്ങളോട് Now, let me പറയുകയാണ്. tell you a story of Mary Johnson. നിങ്ങളുടെ അത്രയും പ്രായമുള്ള ഒരു She ബാലികയായിരുന്നു. was a young girl at your age. ഇംഗ്ലണ്ടിന്റെ ഏതോ ഗ്രാമത്തിൽ അവൾ ജനിച്ചു. That she was born in some village. ആരിലൂടെ യേശുവിനെ പറ്റി അറിഞ്ഞു. Through someone she hears അന്ന് Christ. തിരുവചനം ഇത്രയും സുലഭമല്ലായിരുന്നു. And the word of God wasn't as clear as it is അവിടെ ഉള്ളിൽ today. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എനിക്കൊരു ബൈബിൾ കരസ്ഥമാക്കണം. She has one desire to have a translation of the അപ്പനും Bible. അമ്മയും വീട്ടിൽ കൊടുക്കുന്ന തുച്ഛമായ ചെറിയ കോയിൻസ് ഒക്കെ അവൾ കളക്ട് ചെയ്ത് She സൂക്ഷിക്കുവാനിടയായി. starts collecting and keeping the coins her parents would give her. നാളുകൾ കഴിഞ്ഞു, ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഒരു നല്ല എമൗണ്ട് ആയി. അവൾ അറിഞ്ഞു അവിടെ അടുത്തുള്ള ഏതോ ഒരു ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മിഷണറി ദൈവദാസന്റെ കയ്യിൽ ആ ബൈബിൾ ഉണ്ട് എന്ന്. Then after about 1 year, she collects some amount of money and knows there's a missionary in another village who is able to help. അവക്കിടാൻ നല്ല ചെരുപ്പില്ലായിരുന്നു. That she did not even have a നിങ്ങൾ sandals. ചരിത്രം ഒന്ന് വായിക്കണം. That you need to read this story. ആ ബാലികയുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, She has a desire, this village girl. അടങ്ങാത്ത ഒരു ആഗ്രഹം. She had a great desire. എനിക്ക് ആ ബൈബിൾ മേടിക്കണം, I want to buy this എനിക്കത് Bible. വീട്ടിൽ കൊണ്ടുവരണം, I want to take it home. എനിക്കത് വായിക്കണം, I want to read it. എനിക്കത് ധ്യാനിക്കണം, I want to meditate on അതിലെ it. ക്രിസ്തുവിനെ എനിക്ക് കാണണം. I want to see Christ in ഒരു it. ദിവസം അവൾ 16-ലധികം മൈല് ബെയർ ഫൂട്ടഡ് ആയിട്ട് അവൾ യാത്ര ചെയ്യുവാനിടയായി. One day she travels barefoot 16 miles. അവൾ അവിടെ ചെന്നു, She goes there. മിഷണറിയെ കണ്ടു, She sees the missionary. ബൈബിൾ ചോദിച്ചു. She asks for the Bible. അത് ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു മറുപടി ആയിരുന്നു. She gets a response that's അദ്ദേഹം പറഞ്ഞു, എന്റെ disappointing. കയ്യിൽ ഒറ്റ ബൈബിളേ ഉള്ളൂ നിന്റെ ലാംഗ്വേജിൽ.
He says that I only have one Bible in അത് your life. വേറൊരാൾക്ക് കൊടുക്കാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തു I already promised I'd give it to someone else. പക്ഷെ ഇവിടെ ഈ യാതന എല്ലാം അറിഞ്ഞപ്പോൾ But when he finds out her story, ആ പാസ്റ്റർ പറഞ്ഞു ഞാനത് നിനക്ക് തരാൻ പോവാ. the pastor says, I'll give it to you. അവൾക്കത് കൊടുത്തു. He gives it to അവൾ her. അതുകൊണ്ട് ഓടി. She runs with it. അവൾ പോയ സ്പീഡിനേക്കാളും തിരിച്ച് അവൾ ഭവനത്തിൽ വന്നു. She runs faster than the way she വീട്ടുകാരെ എല്ലാം came. വിളിച്ചു. She calls all of അവൾ the ആ people. ബൈബിൾ വായിക്കാൻ തുടങ്ങി. They read the Bible അവൾ ആ together. ബൈബിൾ വായിക്കാൻ തുടങ്ങി. They read those Bibles. മേരി ജോൺസനെ ഒതുപറ്റെങ്കിൽ ലോകം The അറിയത്തില്ലായിരിക്കാം. world may never know Mary പക്ഷേ Johnson. അവളിലൂടെ ഒരു വലിയ പ്രസ്ഥാനം But പിറക്കപ്പെടുവാനിടയായി. through her, an യേശുവിന്റെ നാമത്തിൽ organization was founded. ബൈബിൾ സൊസൈറ്റി രൂപം കൊണ്ടത് ഒറ്റ മേരി ജോൺസന്റെ അടങ്ങാത്ത ഉത്സാഹത്തിലാണെങ്കിൽ ഇന്ന് പകലിൽ യൗവനക്കാരെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉത്സാഹമുണ്ടെങ്കിൽ അതിലൂടെ വലിയ ദൈവപ്രവർത്തികൾ That രൂപപ്പെടുവാനിടയാകും. is through the determination of യേശുവിന്റെ Mary നാമത്തിൽ. Johnson. The Bible Society was founded. Imagine what our determination ഇനിയും can നമുക്ക് do. അധിക സമയമില്ല. We don't have much time നമ്മുടെ longer. നാഥൻ വരാറായി. Our master's coming മേരി soon. ജോൺസനെ പോലെയുള്ള ജോനാഥാനെ പോലെയുള്ള ചിലരെ ദൈവത്തിന് The ആവശ്യമുണ്ട്. God is looking for some Glory Mary to God. Johnsons and Jonathans. Hallelujah. Amen. Hallelujah. Amen. ഇന്ന് പകൽക്കാലം ഒരു This തീരുമാനമെടുക്കണം. morning we can make a decision. എനിക്ക് ഈ ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു ദൈവപുരുഷനാകുവാൻ That ആഗ്രഹമുണ്ട്. I want to be a child Glory that to God God. changes the story. തിരുവചനത്തിനെ മാറോട് ചേർക്കുവാൻ അതനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായി എനിക്ക് That I മാറണം. want to be someone who clings to the Bible and holds to it. അവരെ അനോയിന്റ് ചെയ്യാൻ ദൈവം തയ്യാറായി God നിൽക്കുകയാണ്. is ready to anoint them. അവരെ ഉയർത്തുവാൻ ദൈവം നമ്മുടെ നടുവിലുണ്ട്. God is in the midst of us to raise ഓ, them. യേശുവിന്റെ നാമത്തിൽ Come on. വലിയ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഞാൻ ഇവിടെ This അനുഭവിക്കുന്നുണ്ട്. morning I'm experiencing a great presence ഞാൻ of എടുത്ത God. മെസ്സേജിലേക്ക് എനിക്ക് വരാൻ കഴിയുന്നില്ല. I'm not able to go to the message. ഒരു I had. അനോയിന്റിങ്ങിന്റെ സാക്ഷ്യം നാം കേൾപ്പാനിടയായി. That we heard a testimony of an അതിൽ തന്നെ anointing. എന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് And the നിർത്തുകയാണ്. Lord is placing me അതൊരു there. തുടക്കമായി മാറട്ടെ. That may that be the അതൊരു start. ആരംഭമായി മാറട്ടെ. May that be the അതൊരു beginning. ആരംഭമായി മാറട്ടെ. May that be the റമന beginning. ശേഖരിയാം തനാരകലക സിയാം തനാരക. യേശുവിന്റെ നാമത്തിൽ Yes, in the ഇന്ന് പകൽ ചോദിക്കാൻ തയ്യാറാക. In the name of Jesus, be ready എന്നോട് now. ചോദിച്ചു കൊള്ളുക കർത്താവ് പറഞ്ഞത്. God says, ask ഞാൻ me. നിങ്ങൾക്ക് തരുന്ന I ദൈവമാണ്. shall give it to you. ചോദിച്ചാൽ അവൻ തരും If പ്രിയമുള്ളവരെ. you ask, he'll give, ചോദിച്ചാൽ അവൻ beloved. തരും If പ്രിയമുള്ളവരെ. you ask, he'll give, ഞാൻ beloved. പറയട്ടെ, ഞാനൊരു വിക്കനായ മനുഷ്യനാണ്. Let me say, I cannot speak very ഞാൻ ഈ well. പോകുന്നിടത്തെല്ലാം എന്റെ ഈ സാക്ഷ്യം പറയും. That I share my testimony ഞാൻ everywhere. ചെറുപ്രായത്തിൽ എനിക്ക് നല്ലവണ്ണം സംസാരിക്കാൻ That at അറിയത്തില്ലായിരുന്നു. a young age I couldn't speak well. പക്ഷേ അങ്ങനെ ഇരുന്നപ്പോൾ എന്റെ മേൽ ദൈവവിളിയും കർത്താവിന്റെ വചനം പഠിപ്പാൻ കടന്നു പോകാൻ അവസരം ലഭിപ്പാനിടയായി. And while I was like this, God gave me an opportunity to go to Bible school and learn the word. ഞാൻ ഒരു സെമസ്റ്റർ ദൈവവചനം പഠിച്ചു മടങ്ങി എന്റെ മാതൃ ചർച്ചിൽ വരുവാനിടയായി That I തീർന്നു. studied the word of God for one semester, came back to my home church. മാതൃ ചർച്ചിൽ വന്നപ്പോൾ 3 ദിവസം ഉപവാസ പ്രാർത്ഥന And നടന്നുകൊണ്ടിരിക്കുകയാണ്. while I was there was a 3-day fasting prayer. രണ്ടാമത്തെ ദിവസം ഉച്ച സമയത്താ Second day at noon, കർത്താവിന്റെ ദാസൻ പറഞ്ഞു വചനം സംസാരിക്കണമെന്ന്. the Son of God told me to speak. ഞാൻ പറഞ്ഞു മറ്റൊരു പ്രാവശ്യമാകട്ടെ. I said maybe another കാരണം time. എന്റെ ബലഹീനത Why? എനിക്കറിയാമായിരുന്നു. Because I'm aware of my ഞാൻ weakness. ഒഴിവ് കഴിവുകൾ പറഞ്ഞു. That I said many പക്ഷേ excuses. കർത്താവിന്റെ ദാസനെ എൻകറേജ് ചെയ്തു. The Son of God encouraged me. ഞാൻ എഴുന്നേറ്റു. I stood up. മോശയെ പറ്റി നമുക്കറിയാം എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പരിപാലിച്ചിരിക്കുന്ന ഭാഗം എടുക്കുവാനിടയായി. And I opened the book where it speaks about Exodus and Moses. there. 45 മിനിറ്റ് സമയം തന്നു. He gave me 45 minutes. വെറും 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുവാനിടയായി. 5 minutes I concluded. ഞാൻ പറഞ്ഞതൊന്നും ആർക്കും മനസ്സിലായില്ല. That what I said no one understood. ഹൃദയം തകരുവാനിടയായി. My heart was broken. കണ്ണുനീരോടുകൂടെ ഞാൻ ഇവിടെ And I ഇരിക്കുവാനിടയായി. sat there in tears. ആ ദൈവദാസൻ എഴുന്നേറ്റ് അതേ സബ്ജക്റ്റ് അരമണിക്കൂർ പ്രസംഗിച്ചു. And the Son of God took 30 minutes and spoke about അടുത്ത that. ആശീർവാദ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ And while the benediction was ആരും കാണാതെ without anyone seeing, ആരെയും ഫേസ് ചെയ്യുവാൻ വയ്യാത്തതുകൊണ്ട് not able to face anyone, ഞാൻ അവിടുന്ന് ഇറങ്ങി then I നടക്കുവാനിടയായി. left there. എന്റെ വീട്ടിൽ കടന്നുപോയി. I went home. എന്റെ ഭവനത്തിൽ കടന്നുപോയി. I went inside my house. 2:30 മണിയായ സമയത്ത് At 2:30, ഞാൻ മുഴങ്കാലിരുന്നു. I got on my ഞാൻ knees. ദൈവത്തോട് ചോദിച്ചു, I asked the Lord, നീ എന്തിനാണ് എന്നെ വിളിച്ചത്? God, why'd you call ഇങ്ങനെ me? ദൈവത്തോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ I'm questioning God. ആത്മാവിൽ ആരാധിക്കുവാൻ തുടങ്ങി. I started worshiping in the Spirit. ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ, I started worshiping in the Spirit. അന്യഭാഷയിൽ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ And while I started speaking ഒരു in tongues, പദം എന്റെ നാവിലൂടെ കടന്നു വന്നു. then someone comes there. ഒരു വേട് എന്റെ വായിലൂടെ കടന്നു വന്നു. One word comes in my mouth. കർത്താവേ, ദൈവവചനം സംസാരിക്കുമ്പോഴെങ്കിലും And at least when I speak the word, ദൈവവചനം Lord, സംസാരിക്കുമ്പോഴെങ്കിലും at least when I speak the ഒരു word, വാക്ക് Lord, പോലും വിൽക്കുവാൻ അനുവദിക്കരുത്. God, don't let me stutter on one അതായിരുന്നു word. പ്രാർത്ഥന. I was my അതെന്റെ prayer. ബുദ്ധിയിൽ ഫീഡ് ചെയ്ത പ്രാർത്ഥനയല്ലായിരുന്നു. That was a prayer in my അത് knowledge. ആത്മാവിൽ That was a പ്രാർത്ഥിക്കുവാനിടയായി. prayer in my spirit. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം And while I'm
praying ആ like ഉച്ച that. സമയത്ത് That afternoon, കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണമേ, ആരും എന്റെ റൂമിലില്ലായിരുന്നു. children, listen, there's no one in my ഒരു വലിയ room. ദൈവ സാന്നിധ്യം അവിടെ There was a ഇറങ്ങുവാനിടയായി. great presence of God ആ there. ദൈവ സാന്നിധ്യം ഞാൻ I അനുഭവിപ്പാനിടയായി. experienced the ഇന്നും presence of ഞാനത് God. അനുഭവിക്കുന്നുണ്ട്. Today I'm still എന്റെ experiencing. നാവിന്റെ ഭാരം എടുത്തു മാറ്റുന്നത് പോലെ ഞാൻ അനുഭവിപ്പാനിടയായി. As if a burden was lifting off my tongue, I എന്റെ felt that. നാവിനൊരു പെരുപ്പ് ഞാൻ That I അനുഭവിപ്പാനിടയായി. felt something on my tongue. അന്ന് എന്റെ അപ്പന്റെ കാര്യം ആ പാരമ്പര്യ രോഗത്തെ എന്നേക്കുമായി And സൗഖ്യമാക്കുവാനിടയായി. on that day, my father healed that forever. അന്നു മുതൽ ഇന്നു വരെ From that day till കഴിഞ്ഞ now, 20 പരം വർഷമായി last more 20 എവിടെയെല്ലാം years, എന്റെ നാഥന്റെ വചനവുമായി നിൽക്കുമോ wherever my master leads അവൻ me, ഒരൊറ്റ വാക്ക് പോലും വിൽക്കുവാൻ അനുവദിച്ചിട്ടില്ല. yet not one word has been എന്റെ stuttered. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. My God does അവൻ miracles. അത്ഭുതങ്ങളുടെ ദൈവമാണ്. My God is a അവൻ miracle. മിറക്കിൾ വർക്കറാണ്. Amen. ഇന്ന് പകൽ അവന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന This ദൈവമാണ്. morning was the day that he'll reveal his word. കരയുവാൻ തയ്യാറായാൽ, If you're ready to cry, കരയുവാൻ if തയ്യാറായാൽ, you're ready to cry, യേശു ഉയർക്കുമെന്ന വചനം അകത്തില്ലാത്തത് കൊണ്ട് ശിഷ്യന്മാര് വീട്ടിലേക്ക് മടങ്ങി. because the news of resurrection wasn't in their hearts, they go എത്രയോ home. പ്രാവശ്യം എവിടെയെല്ലാം ഇത് പറഞ്ഞതാ. How many places has the Lord spoken about ഒരിക്കൽ this? പറഞ്ഞപ്പോൾ പറയുന്നതിന് മുമ്പ് യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, എന്നെ പറ്റി ജനങ്ങൾ എന്തോ പറയുന്നേ? Once before he shared about his resurrection, he asked the disciples, what do the people say about me? ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. Each person gave their ideas. ഏലിയാവാണെന്നും മോശയാണെന്നും ജെരമിയാവാണെന്നും ഒക്കെ പറഞ്ഞു. Then they said, you're Elijah, Moses, Jeremiah. പത്രോസ് പറയുവാനിടയായി, Peter says, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. you are the son of the living God, the Messiah. യേശു എന്തുവാ പറഞ്ഞത്? Do you know what Jesus said? ബെരേന ശിമോനെ, നീ ഭാഗ്യവാനാണ്. Oh, you're a blessed man. നിനക്ക് ജഡരക്തങ്ങൾ അല്ല ഇത് വെളിപ്പെടുത്തിയത്, That is not the flesh and blood that revealed നിനക്ക് this to you, ദൈവമാണ് ഇത് but വെളിപ്പെടുത്തിയത്. my Father who എന്നിട്ട് revealed അവനോട് this. പറഞ്ഞത് എന്തോന്നറിയാമോ? And then you know what he says to them? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് I'm തരുകയാണ്. giving you the keys of നീ heaven to you. ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ What കെട്ടപ്പെട്ടിരിക്കും. you bind on this earth will be bound in നീ heaven. ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. What's unbound on earth will be unbound in heaven. ഇതെല്ലാം കർത്താവ് അങ്ങോട്ട് കൊടുത്തു. God gives them everything. എന്നിട്ട് അന്ന് തന്നെ And then that day, അടുത്തത് എന്തുവാ കർത്താവ് പറഞ്ഞെന്നറിയാമോ? what does Father Christ say next? മഹാപുരോഹിതന്മാരാലോ ശാസ്ത്രിമാരാലോ ഈ കർത്താവ് പിടിക്കപ്പെടാൻ പോകുകയാണ്. That he is about to be captured by the leaders of the government. അവനെ കൊല്ലുവാനിടയായി The തീരും. soldiers will kill him. അവൻ 3-ാം ദിവസം And on the third day ഉയർത്തെഴുന്നേൽക്കുവാനിടയാകും. he'll be resurrected. ഈ സീക്രട്ട് അങ്ങോട്ട് വെളിപ്പെടുത്തി. The secret was revealed ഈ there. വെളുത്തിപ്പുറത്ത് പത്രോസ് എന്താ ചെയ്തെന്നറിയാമോ? Do you know what Peter does after this revelation? പത്രോസ് കർത്താവിനെ രഹസ്യമായിട്ട് ഇങ്ങ് വിളിച്ചോണ്ട് പോയി. Peter calls Jesus aside secretly. ഞാനത് വായിച്ചപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. പത്രോസ് രഹസ്യമായി വിളിച്ചോണ്ട് പോയതായാലും പത്രോസിന്റെ ഭാഗ്യമെന്ന് പറയാം. That we can say like this, it was a blessing that he called Jesus aside in secret. രഹസ്യമായിട്ട് വിളിച്ചോണ്ട് പോയിട്ട് കർത്താവിനെ ശാസിച്ചു. That calling Jesus aside, he rebukes Jesus. സ്വർഗരാജ്യത്തിന് താക്കോൽ അങ്ങോട്ട് കൊടുത്തതേ ഉള്ളൂ. He just gave him the keys to Hades. കിട്ടുന്നതെല്ലാം അഴിയുമെന്ന് പറഞ്ഞതേ ഉള്ളൂ. He just said that whatever you bind will be അപ്പോഴേ unbound. കർത്താവിനെ ശാസിക്കാൻ തുടങ്ങി. And immediately he rebukes him. കർത്താവ് എന്തോ ചെയ്തെന്നറിയാമോ? Do you know what Jesus does? കർത്താവിനോട് പോ പിശാചി എന്ന് പറഞ്ഞു. Jesus says, get away from me, Satan. കുറച്ചു മുന്നേ എന്തോ പറഞ്ഞേ? Do you know what he say earlier? ഭാഗ്യവാൻ എന്ന് വിളിച്ചവനാ. The one who was called blessed. ഒത്തിരി അധികാരങ്ങൾ കൊടുത്തവനാ. The one who had much authority. കർത്താവിന് ഒരു കാര്യം മനസ്സിലായി. Jesus understood one thing. ഇവന്റെ സ്നേഹം കൊണ്ടല്ല ഇവൻ പറയുന്നത്. That he doesn't speak with his ഇവൻ love. പോലും അറിയാതെ ഇവന്റെ വാക്കുകളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഇവന്റെ പിന്നിൽ വ്യാപരിക്കുന്നുണ്ട്. There's a spirit that's working within him that he does not understand. ചില വാക്കുകളുടെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി നാം തിരിച്ചറിയുവാൻ That we തയ്യാറാകണം. need to discern some Glory to spirits God. behind the words ഇന്ന് that are പകൽക്കാലം said. അതിനെ തിരിച്ചറിയാൻ തയ്യാറായാൽ And if you're ready to discern പല that, പ്രശ്നങ്ങളും then many പരിഹരിക്കപ്പെടുവാനിടയാകും. problems will be പല solved. വിഷയങ്ങളും സോൾവ് ചെയ്യുവാനിടയാകും. Many situations will be പത്രോസേ, resolved. നിന്റെ കുഴപ്പമല്ലത്. Peter, it's not your നീ fault. പോലും അറിയാതെ A spirit that you do not know. നിന്റെ വാക്കുകളുടെ പിന്നിൽ വ്യാപരിക്കുന്ന That there's a spirit that's at ആ work in you. പൈശാചിക ബന്ധനത്തെ എന്റെ കർത്താവ് ശാസിക്കുവാനിടയായി That തീർന്നു. the satanic power be gone. ഇന്ന് പകൽക്കാലം ഭവനത്തിന്റെ അകത്തളങ്ങളിൽ നമ്മുടെ ജോലി മേഖലകളിൽ എവിടെയുമാകട്ടെ ചില വ്യക്തികൾ നമ്മളെ സ്നേഹിക്കുന്നവർ പോലും ചില വാക്കുകൾ നമ്മളെ വേദനപ്പെടുത്തുന്ന വാക്കുകളായി രൂപപ്പെടുമ്പോൾ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി അറിഞ്ഞ് അതിനെ ശാസിക്കുവാൻ തയ്യാറായാൽ അത് വിട്ട് ഓടിപ്പോകുവാനിടയായി That തീരും. maybe it's at work or at home or somewhere. The spirit that's saying bad things. If we would rebuke that, it would be gone. അപ്പോൾ അവിടെയും യേശു ഇത് പറഞ്ഞതാണ്. And there Jesus says that. യേശുവിന്റെ ഉയർപ്പിനെ പറ്റി പറഞ്ഞതാണ്. Jesus speaks of his resurrection. പക്ഷേ ഉൾക്കൊള്ളാനോ ഗ്രഹിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. And yet to grasp that they could not. അവരവരുടെ പാട്ടിന് പോയി. They go their own direction. അവരവരുടെ വഴിക്ക് പോയി. They go their own way. പക്ഷേ മറി എന്താ ചെയ്തത്? What does Mary do? മറിക്ക് ഒത്തിരി വചനങ്ങളൊന്നും അറിയത്തില്ല. Mary doesn't know much പക്ഷേ word. സ്നേഹം, യേശുവിനോടുള്ള സ്നേഹം നിറഞ്ഞു തുളുമ്പുകയാണ്. Yet she's overflowing with ഈ the love രണ്ട് of God. കൂട്ടരും ഇന്ന് സഭയിലുണ്ട്. That both of those people ഈ are in രണ്ട് church. കൂട്ടരും എല്ലായിടത്തുമുണ്ട്. Both of those people are സ്നേഹം everywhere. തുറഞ്ഞു തുളുമ്പുകയാണ്. That they're overflowing.
with എന്തും love, ചെയ്യുവാൻ തയ്യാറായി ready നിൽക്കുകയാണ്. to do whatever. അങ്ങനെയുള്ളവരാ ദൈവപ്രവൃത്തി കാണുന്നത്. That those people will see the work of Stay God. back. Stay back. നിങ്ങൾ അവിടെ നിന്നാട്ടെ. If you stay there, മറിയ ആരും പോകട്ടെ, Mary, let them go. എന്തും സംഭവിക്കട്ടെ, Let whatever happen. നിനക്ക് ദൈവമഹത്വം കാണണമെങ്കിൽ, But if you want to see the glory of നിനക്ക് God, ദൈവമഹത്വം if കാണണമെങ്കിൽ you want to see the glory of നീ God, ഓടിപ്പോകരുത്. do not run away. നീ നിൽക്കാൻ തയ്യാറാകണം. Be ready to stand. അങ്ങനെ നിൽക്കുന്നവർക്ക് വേണ്ടിയാ സ്വർഗം പ്രവർത്തിച്ചിട്ടുള്ളത്. And for those people, God അങ്ങനെ works. നിൽക്കുന്നവർക്ക് വേണ്ടിയാ സ്വർഗം And for പ്രവർത്തിച്ചിട്ടുള്ളത്. those people, the heavens work. അവിടെ അവൾ നിൽക്കുവാനിടയായി. There she stays. എന്തോ ചെയ്തത്? കരയായിരുന്നു. What does she do? She cries. കരച്ചിലായിരുന്നു അച്ഛാ, She's crying. there. കരയുമായിരുന്നു. She's crying. പക്ഷെ ഒരു പദം എന്നെ സ്പർശിച്ചു. But one thing changed. കരയുന്നതിന്റെ ഇടയിൽ, That in the midst of her crying, കരയുന്നതിന്റെ ഇടയിൽ in the midst of her crying, അവൾ കുനിഞ്ഞു നോക്കി. she looks down. അവിടെയാ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. There the work of God is വെറും revealed. കരച്ചിലല്ലായിരുന്നു, Wasn't just crying, കരയുന്നതിന്റെ ഇടയിൽ but in the midst of her അവൾ crying, കുനിഞ്ഞു നോക്കുവാനിടയായി. she looks down. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഏതെങ്കിലും കോർണറിൽ നിന്ന് കരഞ്ഞിട്ട് ഇങ്ങനെ മുഖം വെച്ച് കരയുമ്പോൾ ഇവിടെ എങ്ങനെ എനിക്കറിയത്തില്ല, അവർ ഈ വിരലുകളെ കൂടി ഇങ്ങനെ നോക്കും ആരെങ്കിലും വന്ന് എടുക്കുന്നുണ്ടോ എന്ന്. Some kids, when they're crying, they'll cover their face and they'll look to see if anyone will pick them up. അവരിങ്ങനെ നോക്കും. They'll look like this. ആ കരച്ചിന്റെ വോളിയം കുറഞ്ഞുകൊണ്ട് വരും. And their crying will നമ്മൾ volume goes down. ശ്രദ്ധിക്കുന്നില്ലെന്ന് അറിഞ്ഞാൽ വോളിയം And കൂട്ടിക്കൊണ്ടിരിക്കും. if they recognize no one's looking, they'll cry അങ്ങനെ ഒരു louder. കരച്ചിലല്ലായിരുന്നു ഇവിടെ കരച്ചില്. That kind of crying wasn't this. കരയുന്നതിന്റെ ഇടയിൽ That in the midst of her crying, മറിയ വീണ്ടും ആ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കി. Mary again looks into the tomb. മറിയ, നീ എന്തിനാ കുനിഞ്ഞു നോക്കുന്നത്? Mary, what are you looking at? മുകളിൽ എഴുതിയേക്കുന്ന പത്രോസ് വന്ന് കുനിഞ്ഞു നോക്കി. That it says Peter looked down. അവൻ നോക്കിയപ്പോൾ എന്താ കണ്ടത്? What does Peter see? യേശുവിന്റെ റൂമാല് കണ്ടു. He sees Jesus' burial clothes. ആ ശീലകൾ കിടക്കുന്നത് കണ്ടു. That he sees the things laying അത് there. തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോട് കിടക്കാതെ വേറൊരിടത്ത് മാറി കിടക്കുന്നത് കണ്ടു. That the linen clothes that were lying there were somewhere else. ഒരു വലിയ റിസർച്ച് നടത്തി പത്രോസ്. That Peter does a great research there. അതിന്റെ അകലമൊക്കെ സ്ഥിരീകരിച്ചു കാണും. That he was examining everything. സയന്റിഫിക്കലി അവൻ ഒരു വലിയ റിസർച്ച് നടത്തി. Scientifically, he's doing a research there. സയന്റിഫിക്കലി അവൻ പ്രൂവ് ചെയ്തു. He's proving scientifically യേശുവിന്റെ ശരീരം ഇവിടെയില്ല. that Jesus' body is in here. ഇവന്റെ റൂമാൽ മാത്രമേ ഉള്ളൂ. That only his linen cloth അതേ is there. സ്ഥലത്തേക്ക്, And in that same place, അതേ കല്ലറയിലേക്ക്, in that same tomb, സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിടത്തേക്ക്, scientifically proving, സയന്റിഫിക്കിലേക്ക് റിപ്പോർട്ട് എഴുതിയെടുത്തേക്ക് writing a scientific report, പ്രാർത്ഥിക്കുന്നവൾ, the one who works, കരയുന്നവൾ, the one who cries, വിശ്വാസത്തോട് in faith, ഒന്നുകൂടെ നോക്കുവാൻ തയ്യാറായി. she again Glory looks. to God, glory to God, Come on. glory to God, glory to God. അതേ പ്രതലത്തിലേക്ക് ഒന്നുകൂടെ നോക്കാൻ തയ്യാറായി. She again looks there. Glory to God, hallelujah. ഒരു വ്യത്യാസം കാണുകയാണ്. There's a difference in what she എന്താ sees. അവൾ കണ്ടത്? What does she see? എന്താ കണ്ടത്? What does she see? പത്രോസ് കണ്ടതല്ല അവൾ കണ്ടത്. She does not see what Peter പത്രോസ് sees. കണ്ട യേശുവിന്റെ റൂമാലല്ല അവൾ കണ്ടത്. She does not see the അവിടെ one called ദൈവ Peter sees. സാന്നിധ്യം കാണുവാനിടയായി. She sees the presence of അവിടെ God. ദൂത സാന്നിധ്യം She sees കാണുവാനിടയായി. the angelic presence. മറിയ ഇന്ന് പകൽക്കാലം Mary today, എന്ത് തരത്തിലുള്ള വിഷയങ്ങൾ കടന്നു വന്നാലും, this morning, whatever problem comes your ആരെല്ലാം way, നിന്നെ നിരുത്സാഹപ്പെടുത്തിയാലും, whoever hurts you in any way, ആരെല്ലാം കൂടെ നിൽക്കാനില്ലെങ്കിലും, no matter who's not there with you, ഒറ്റയ്ക്കാണെങ്കിലും, even if you're alone, പിടിച്ചു വെക്കുവാൻ if തയ്യാറാണെങ്കിൽ, you're ready to stand there, നിൽക്കുവാൻ if തയ്യാറാണെങ്കിൽ, you're ready to stand, ആരും കാണാത്തത്, that what no one can ആരും see, കാണാത്തത് what no one can see, എന്റെ ദൈവം നിന്നെ കാണിക്കും. my Christ will Jesus. reveal to you, ആരും കണ്ടിട്ടില്ലാത്തത് what no one has ever നിന്റെ seen, ദൈവം നിന്നെ കാണിക്കും. your God will reveal പക്ഷെ to you. നിൽക്കുവാൻ തയ്യാറാകണം. But you must be ready to നിൽക്കാൻ stand. തയ്യാറാകണം. You must be ready അവരെ to ഇവരെയും stand. കണ്ട് ഓടരുത്. Did you not run when you see അവരും it? ഇവരും ചെയ്യുന്നത് കണ്ട് നീ പിന്മാറരുത്. Stand and do not go നീ away. നിൽക്കാൻ തയ്യാറായാൽ If you are ready to സ്വർഗ്ഗം നിന്നെ stand, കാണിക്കുവാൻ തയ്യാറാണ്. the heavens are ready to reveal to ദൂതന്റെ you. സാന്നിധ്യം കാണുവാനിടയായി. You are to see the angel. അതുകൊണ്ട് തീർന്നില്ല. And it doesn't stop അവൾ there. അവരോട് പറയും, എന്റെ നാഥന്റെ ബോഡി എവിടെ വെച്ചിരിക്കുന്നത്? He asked them, where's my master's ആ body? ജീർണിച്ച ശരീരം എടുത്തുകൊണ്ട് പോകാൻ പോലും തയ്യാറാണ്. That she's ready to take his body. യേശു അവൾ പോലും അറിയാതെ അവിടെ ഉണ്ടായിരുന്നു. That without her even knowing യേശു Jesus അവളെ was there. വിളിച്ചു, Jesus calls her മറിയേ. Mary. ഒന്നാമത്തെ ഉയർപ്പിന്റെ പകൽക്കാലം That on this first resurrection morning, യേശുവിനോടുള്ള സ്നേഹത്തോടുകൂടെ ഒഴിഞ്ഞ കല്ലറയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞപ്പോൾ സ്നേഹവാനായ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സ്വരം അവൾ കേൾക്കുവാനിടയായി that when she was standing there crying, she hears the voice of a resurrected Savior. ഇന്നൊരു ഉയർപ്പിന്റെ പകൽക്കാലമാണ്. This morning is a നാഥന്റെ resurrection സ്വരം morning. കേൾക്കുവാൻ Are തയ്യാറാകണം. you ready to hear അവന്റെ his voice? ശബ്ദം കേൾക്കുവാൻ തയ്യാറാകണം. We need to be ready to അവൻ hear his എന്തോ voice. നമ്മളോട് പറയുവാനുണ്ട്. That he has something to say അവൻ to us. പറയുവാൻ മാത്രമല്ല, Not only to speak ഒരു to us, മെസ്സേജ് but a കൈമാറാനുണ്ട്. message to hand over to us.
ഒന്നാമത് മറിയ ഓടിയത് എങ്ങനെ പറയാൻ എന്തോ പറയാനായിരുന്നു? Now, what did Mary run to say? ഫസ്റ്റ് ടൈം അവൾ ഓടിയപ്പോൾ നിരാശയുടെ വാക്ക് The പറയാനായിരുന്നു, first time she ran to say a word of ശൂന്യതയുടെ grief, വാക്ക് a പറയാനായിരുന്നു, word of emptiness, യേശുവിനെ കണ്ടില്ലെന്ന് to പറയാനായിരുന്നു. say I did not see പക്ഷെ Christ. രണ്ടാമതൊരോട്ടമോടി, But the second running, രണ്ടാമതൊരോട്ടമോടി, the second ഒരു running, സെക്കൻഡ് ചാൻസ് ദൈവം the തരികയാണ്. second chance he ഒരു gives, സെക്കൻഡ് ചാൻസ് ദൈവം a second തരികയാണ്. chance Christ gave. ഫസ്റ്റ് ചാൻസ് അല്ല, Not the first chance, ഒന്നാമത്തെ ചാൻസ് അല്ല, not the first chance, സെക്കൻഡ് ചാൻസ് നീ ഓടുമ്പോ but in the second chance നിനക്ക് when you പറയാൻ run, ഒരു അത്ഭുതത്തിന്റെ വാർത്തയുണ്ട്. must be a word of കോറിക്കുക. miracle. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു വാർത്തയല്ല നീ പറയാൻ പോകുന്നത്. That you're not to say what you said last time. രണ്ടാമത് നീ ഓടുമ്പോൾ ആ ഓട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. But the second time you run, there's a അതിനകത്തൊരു reason. വാർത്തയുണ്ട്. There's a news ഞാൻ there. മരിച്ചവനെ കാണാനാ പോയത്, I went to see the ഞാൻ dead. ജീർണിച്ചവനെ കാണാനാ I went പോയത്, to see the decayed. പക്ഷെ ഞാൻ ഉയർത്തെഴുന്നേറ്റവനെ കാണുവാനിടയായി. But I saw the resurrected. ഉയർത്തെഴുന്നേൽപ്പിനെ I saw കാണുവാനിടയായി. the resurrected one. ലോകത്തിൽ ആദ്യമായി ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണാൻ ഭാഗ്യം ലഭിച്ചവളായി അവൾ മാറുവാനിടയായി That Mary തീർന്നു. was the first one to see Christ. A blessed നിന്റെ ഒറ്റപ്പെടൽ, നിന്റെ കരച്ചിൽ, നിന്റെ കണ്ണുനീർ ഇന്ന് പകലിൽ വേറിട്ട ഒരു അനുഭവത്തിലേക്ക് ദൈവാത്മാവ് നിന്നെ നടത്തുവാൻ തയ്യാറാണ്. അത് നീ കാണുവാൻ ഇടയാകും. അതൊരു സാക്ഷ്യമായി പ്രഖ്യാപിക്കപ്പെടുവാൻ ഇടയായി തീരും. that the Lord He is Glory seeing to in your God. loneliness to take you somewhere else. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. Let us prepare for ഒരു that. നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ Let me take a ആഗ്രഹിക്കുന്നു. moment and pray for you. സാഹചര്യങ്ങളെ നോക്കണ്ട, Do not look at your situation. അവസ്ഥകളെ നോക്കണ്ട, Do not look at the ആര് situation. കൂടുണ്ട് ഇല്ല എന്ന് Do നോക്കണ്ട. not look who's with you and who's not. കേൾക്കേണ്ടതും അറിയേണ്ടതും അറിയുവാൻ തയ്യാറായാൽ, Be ready to hear what you need to hear and see what you need to see. നിർത്തിയിരിക്കുന്നിടത്ത് നിൽക്കുവാൻ To തയ്യാറായാൽ, stand where you're called to stand. കരയുവാൻ തയ്യാറായാൽ, If you're ready to cry, വിശ്വാസത്തോട് കരയുവാൻ തയ്യാറായാൽ, to cry in faith, പലരും കാണാഞ്ഞത് നീ കാണുവാനിടയാകും. that what no one has seen, you will see. പലതും ഇട്ടിട്ട് പോയത് നീ കാണുവാനിടയാകും. What you have let go, many people will see. പലർക്കും കിട്ടാഞ്ഞത് നീ You will പ്രാപിക്കുവാനിടയായി receive തീരും. what many have not received. ആ മെസ്സേജ് പലരെ ഉറപ്പിക്കുന്ന മെസ്സേജായി That മാറും. word will bring confidence to many. ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങൾ അതിനു വേണ്ടി ഏൽപ്പിക്കുകയാണ്. Lord, we submit ourselves for ഇന്ന് that. പകൽ ആരെങ്കിലും രോഗികളായി If there's ഭാരപ്പെടുന്നെങ്കിൽ any sick here, യേശുവിന്റെ കരം അവരെ that the തൊടുമാറാകണമേ. hand of Christ would touch them. അത്ഭുത വിടുതൽ നടക്കട്ടെ കർത്താവേ. That there be miracles അത്ഭുത there. സൗഖ്യം നടക്കട്ടെ കർത്താവേ. Would there be a miracle അഭിഷേകത്തിന്റെ നിറവിനാൽ നിറച്ചാട്ടെ Of കർത്താവേ. anointing there, ഇന്ന് Lord. കേട്ടതുപോലുള്ള സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കട്ടെ കർത്താവേ. Would we continue to hear that യേശുവിൻ kind of നാമത്തിൽ testimony? ഞങ്ങൾ അനുഗ്രഹിച്ച് In the name of പ്രാർത്ഥിക്കുകയാണ്. Jesus, we bless your എഫെസിന്റെ people. അതിരുകളെ വിശാലമാക്കിയതുപോലെ That would you expand ഒരു വലിയ territories. വിശാലത ദൈവം കൽപ്പിക്കണമാറാകണമേ. A great expansion will happen. ആത്മാക്കളുടെ ഒഴുക്ക് ദൈവം കൊടുക്കുമാറാകണമേ. That a flow of people. ആദിമ നൂറ്റാണ്ടിലെ വിടുതലുകൾ നടക്കട്ടെ. That a miracle to the First Testament church. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. We bless them in your name. യേശുവിൻ നാമത്തിൽ തന്നെ. In Christ's name. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രശാന്ത സുന്ദരമായ ഈ ഉയർപ്പിൻ ദിനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. And I thank God for this blessed day that we have today. ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയുടെ സീനിയർ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന പ്രിയ ഫിനി പാസ്റ്റർ കുടുംബം, And to the senior pastor of this church, who very beloved in their family, Pastor Finney and family, ഈ സഭയിലെ അനുഗ്രഹീതരായ ദൈവദാസി ദാസന്മാർ, and all the beloved brothers and sisters of the church, വിസിറ്റിംഗിൽ ഇവിടെ ആയിരിക്കുന്ന പ്രിയ ദൈവദാസന്മാർ, and the servants of God that are visiting as well, വളരെ അനുഗ്രഹീതമായ നിലയിൽ പ്രഭാതത്തിൽ വചന ക്ലാസുകൾക്ക് നേതൃത്വം കൊടുത്ത പ്രിയ ദൈവദാസൻ, and the servant of God who shared from the Bible class this morning, പ്രിയ ബിജു പാസ്റ്റർ, പ്രിയ ബെന്നിച്ചാന്, അവരെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Pastor Biju and Brother Benny, I thank God for them all. പ്രിയ ഫിനി പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഓൺലൈനിലൂടെയാണ് ഞങ്ങൾ ഇതുവരെ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് പകലിൽ മുഖാമുഖമായി കാണുവാൻ, ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഈ ഭൂമിയിൽ ദൈവം ഒരു അവസരം ഒരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. And as Pastor Finney mentioned, till now we'd only saw each other online, but I thank God that for the first time we were able to see each other face to face. പ്രിയ അന്നമ്മ ആൻറ്റി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I also thank God for Sister Anima Machi. എല്ലാവരെയും ഒരിക്കലൂടെ ഞാൻ വന്ദനം ചൊല്ലുകയാണ്. Once again, I would like to greet you all. എൻ്റെ പേര് പ്രകാശ് എന്നാണ്. കേരളത്തിൽ റാന്നിയിലാണ് എൻ്റെ സ്വദേശം. നീണ്ട 20-ൽ പരം വർഷങ്ങളായി ദൈവവചന പഠനത്തോടും കർത്താവിൻ്റെ മഹത്വകരമായ ശുശ്രൂഷയോടും അനുബന്ധിച്ച് നോർത്ത് ഇന്ത്യയിലായിരിക്കുന്നു. And as I mentioned, my name is Pastor Prakash, and I've been in the ministry for the last 20 years teaching the Word of God. വലിയ ദൈവ സാന്നിധ്യത്തിന്റെ മറവിലാണ് നാം ആയിരിക്കുന്നത്. And we are sitting in the presence of God, great presence of God today. പകലിൽ ആ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിപ്പാനിടയായി തീർന്നു. This morning when I heard that one testimony, I thought to myself, എല്ലാ ഞായറാഴ്ചയും നാം ഇങ്ങനെ കൂടി വരുമ്പോൾ ഇങ്ങനെയുള്ള
സാക്ഷ്യങ്ങൾ കേൾപ്പാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, that if only we had Glory to been God. able to hear that kind of testimony every time we gather. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ഒരു സാക്ഷ്യം. ഹല്ലേലൂയ. A testimony of the receiving of the Holy Spirit. ഇന്ന് പകലിൽ അങ്ങനെ പ്രാപിക്കുവാൻ ഇനിയുമുള്ളവർ ഇന്നു മുതൽ പ്രാർത്ഥിച്ചോണം. അടുത്ത ആഴ്ച സാക്ഷ്യമായിട്ട് ഇവിടെ എഴുന്നേൽക്കണം. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ ദൈവം എനിക്ക് തന്നു നിറച്ചു എന്നുള്ള സാക്ഷ്യം കേൾപ്പാൻ ദൈവം നമ്മളെ This morning സഹായിക്കുമാറാകട്ടെ. may we pray and may the Lord help us to testify next week that we received the Spirit that we had prayed for. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. Let me bring your attention to the Gospel of John chapter 20 verse 9. യോഹന്നാൻ 20:9. John chapter 20 verse 9. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. For as yet they did not understand the scripture that he must rise from the dead. പ്രഭാതം മുതൽ വളരെ അനുഗ്രഹീതമായ നിലയിൽ വേദപഠന ക്ലാസും അതിനോടനുബന്ധിച്ച് അനുഗ്രഹീതമായ പ്രഭാഷണവും നാം കേൾക്കുവാൻ ഇടയായി That തീർന്നു. from this morning, from the beginning of Bible study onwards, we've been hearing the word of God. ക്രിസ്തു കേന്ദ്രീകൃതമായ വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസുകളും വചനവുമാണ് നാം കേൾപ്പാൻ ഇടയായി That we've തീർന്നത്. been hearing class and scriptures centered around Christ. ഇന്ന് പകലിൽ നമ്മൾ ഈ ഉയർപ്പിന്റെ പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നതിന്റെ ഏക കാരണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമാണ്. And the reason that we are here on this resurrection morning is because of our Lord and Savior Christ. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം മറ്റ് ഇതര സമാന്തര സുവിശേഷങ്ങളിൽ സിനാപ്റ്റിക് ഗോസ്പലിലൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് പ്രസന്റ് We ചെയ്തിരിക്കുന്നത്. know that the Gospel of John is presented differently than the other synoptic Gospels. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം That on the first day of the week, ഇരുട്ടുള്ളപ്പോൾ that when it was darkness, അതിരാവിലെ in the early morning, മഗ്ദലക്കാരത്തി മറിയ Mary Magdalene യേശുവിന്റെ കല്ലറയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാനിടയായി. journeys to the tomb of Jesus Christ. ഇതുപോലെ ഒരു ഉയർപ്പിന്റെ ദിവസം, That on this resurrection day, ഇതുപോലെ എന്ന് പറഞ്ഞാൽ യേശു ഉയർത്തെഴുന്നേറ്റ ആദ്യ ദിവസം, meaning at the day, the first day of his resurrection, എല്ലാവരും ഭയത്തിന്റെ നിഴലിലായിരിക്കുമ്പോൾ that while everyone is sitting in fear, ഒരുക്കിയ സുഗന്ധവർഗവുമായിട്ട് that they were sitting prepared for something, ഒരു പറ്റം സഹോദരിമാർ, that a group of women, യോഹന്നാന്റെ സുവിശേഷം 20-ൽ മറിയ മാത്രമാണ് നമുക്ക് കാണുവാൻ in the കഴിയുന്നത്. Gospel of John chapter 20 we only see Mary. യേശുവിന്റെ കല്ലറയെ ലക്ഷ്യമാക്കി യാത്ര She ചെയ്തു. journeys to the tomb of അവൾ Christ. പോകുമ്പോൾ അവിടെ ഉള്ളിലുള്ള ചിന്ത എന്താണ്? And what is the thought that is in her mind? ചലനമറ്റ യേശുവിന്റെ ശരീരം കാണുവാൻ, That to see the body of Christ, മരിച്ച യേശുവിന്റെ ശരീരം to see കാണുവാൻ, the dead body of Christ, ജീർണിച്ചു തുടങ്ങുന്ന യേശുവിന്റെ ശരീരം to see the കാണുവാൻ decaying body of അവൾ Christ. ഒരുക്കിയ സുഗന്ധവർഗവുമായി കടന്നു പോകുകയാണ്. She's preparing herself, she's going to the എന്താ tomb. അവൾ അങ്ങനെ ചെയ്യാൻ കാരണം? Why is it she does ഒറ്റ that? കാരണമേ ഉള്ളൂ. One reason only. യേശു ജീവിച്ചിരുന്നപ്പോൾ When Jesus was താൻ alive, ഉയർത്തെഴുന്നേൽക്കുമെന്ന് the one day he resurrected, ആവർത്തിച്ചു പറഞ്ഞ the one who said that, ദൈവവചനം the word of അവൾ God, കേട്ടെങ്കിലും that though she heard it, ഗ്രഹിക്കേണ്ടവണ്ണം that to understand, ഗ്രഹിക്കുവാൻ കഴിയാഞ്ഞതുകൊണ്ട് because she couldn't understand, യഹൂദന്മാരുടെ that amongst the Jews, ആചാരമനുഷ്ഠിച്ച് that to go and see, ചിലതൊക്കെ ഒരുക്കിക്കൊണ്ട് കടന്നു she ചെല്ലുകയാണ്. prepares some things and goes. അവിടെ കടന്നു ചെന്നപ്പോൾ ചില വലിയ സംഭവങ്ങൾ കണ്ടു. And when she goes there, she sees some great ആര് things. ഞങ്ങൾക്ക് വേണ്ടി ഉരുട്ടി മാറ്റുമെന്ന് പറഞ്ഞ ആ കല്ല് ഉരുണ്ടുമാറിയിരിക്കുന്നത് അവിടെ കാണുവാനിടയായി. That the stone that she said, who will roll away, was rolled. ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി അവൾ കണ്ടു. For the first question, there was an answer she saw. ഇത് കണ്ടിട്ട് അകത്ത് പ്രവേശിച്ചില്ല അവള്. And she did not enter after seeing this. യേശു കഴിഞ്ഞാൽ അവൾക്ക് ഓടി ചെല്ലാൻ ഒരിടം യേശുവിന്റെ ശിഷ്യന്മാരാണ്. That after Christ, the only place she has to run to are her disciples. വേഗത്തിൽ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഓടി. Quickly she runs to the അവരോട് disciples. വാർത്ത അറിയിച്ചു. And they say, she tells them the അവര് news. രണ്ടുപേരും ഓടി. And two of them run. ആകപ്പാടെ ഒരു ഓട്ടമാണ് അങ്ങോട്ടും And ഇങ്ങോട്ടും. they're just running back and ഒരു forth. പരക്കം പാച്ചിലാണ്. That they're just running scramble. ഇവര് രണ്ടുപേരും ഓടി അവിടെ എത്തി. And the two, they run and they get there. കല്ലറയ്ക്കകത്ത് കയറി. They get inside the tomb. കാര്യം സ്ഥിരീകരിച്ചു. That they understood the thing. യേശുവിന്റെ ശരീരം അവിടെ ഇല്ല. Jesus' body is in അവന്റെ there. റൂമാൽ ഒരിടത്ത് കിടക്കുന്നു. That his clothes are in one place. അതെല്ലാം അവർ സ്ഥിരീകരിച്ചു. That he has prepared it well. അവര് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. He has gone home. എന്നാൽ മറിയ കല്ലറയ്ക്ക് പുറത്ത് നിന്നു. And yet Mary stands outside അവൾ the tomb. കരയുവാൻ തുടങ്ങി. She starts weeping. എന്നെ ചിന്തിപ്പിച്ച ഭാഗം അതാണ്. The thing that made me think was that ശിഷ്യന്മാരുടെ ഉള്ളിലും വചനമില്ലായിരുന്നു. the disciples didn't have the word in അവരുടെ them. ഉള്ളിലും They സ്നേഹമില്ലായിരുന്നു. had no love within them. പക്ഷെ മറിയയുടെ ഉള്ളിൽ But in സ്നേഹമുണ്ടായിരുന്നു. the heart of Mary there is love. ആ യേശുവിനോടുള്ള സ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ട് That because there's a love she had ആ for Christ. കല്ലറയുടെ മുമ്പിൽ അവളെ നിൽക്കുവാൻ പ്രേരിപ്പിക്കുവാനിടയായി. She was compelled to stand at the ഞാൻ tomb. എന്റെ ഭാവനയിൽ ഇങ്ങനെ കാണുകയാണ്. That in my mind I see
it like this. ശിഷ്യന്മാരുടെ വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ That when she goes back, they go back to മറിയോടും Simon's house. പറഞ്ഞു കാണുമായിരിക്കാം, That they may have said to Mary, മറിയ ഇവിടെ നിൽക്കണ്ട, Mary, don't stand here. ഇത് ഇരുട്ടുള്ള സമയമാണ്, Mary, it's a time of ഇത് darkness. രാത്രിയാണ്, That this is night. നീ ഇവിടെ നിൽക്കുന്നത് അത്ര പന്തികേടല്ല, It's not good for you to stay നീ here. ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞു They may കാണുമായിരിക്കാം. have said, come along with us. പക്ഷെ മറിയ പോകുവാൻ But തയ്യാറായില്ല. Mary was not ready to leave. മറിയ പോകുവാൻ തയ്യാറായില്ല. Mary was not ready to leave. മറിയയ്ക്ക് ഒരു കാര്യം അറിയാം, Mary understands something. പത്രോസ് ഇറങ്ങിയതുപോലെയല്ല ഞാൻ ഇറങ്ങിയത്, That the way Peter left is not the way I മറ്റു left. ശിഷ്യന്മാർ ഇറങ്ങിയതുപോലെ ഒന്ന് ഇറങ്ങിയല്ല ഞാൻ യേശുവിനെ അനുഗമിച്ചത്. That I did not see Jesus the way others did. എന്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ അനുഗമിക്കുവാൻ ഒരു വലിയ കാരണമുണ്ടെന്ന് അവൾ അവിടെ ഗ്രഹിക്കുവാൻ She ഇടയായി തീർന്നു. understands there's a great reason why she meets Christ. ആർക്കും വേണ്ടാത്തവളായിട്ട്, That she was one no one wanted. എല്ലാവരാലും That she അവഗണിക്കപ്പെട്ടവളായിട്ട്, was betrayed by everyone. സമൂഹത്തിന് That the വേണ്ടാത്തവളായിട്ട്, community doesn't want her. ആരോഗ്യം കാണുമായിരിക്കാം, That she may have weakness. സൗന്ദര്യം She may have കാണുമായിരിക്കാം, beauty and strength. പഠിത്തം She കാണുമായിരിക്കാം, may have knowledge. പക്ഷെ 7 ദുർഭൂതങ്ങൾ അവളിൽ പകർന്നിരുന്നത് കൊണ്ട് അവൾക്കൊരിക്കലും ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുവാൻ കഴിയത്തില്ലായിരുന്നു. But because there's a spirit of darkness on her, she cannot enter the community. മാറി മാറി വൈദ്യന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി കാണാം, Going to different doctors and പലരുടെ healers. അടുക്കൽ കൊണ്ടുപോയി കാണാം, Going to many people. കൗൺസിലർമാരുടെ അടുക്കൽ കൊണ്ടുപോയി Maybe കാണാം. going to counseling. എല്ലാവരും ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ് എഴുതി കളയുവാനിടയായി. Everyone wrote her off as impossible. സാധ്യതകൾ അസ്തമിക്കുവാനിടയായി. That is ഒരു impossible. ഭവനത്തിന്റെ റൂമിനുള്ളിൽ അവൾ ഒതുങ്ങുവാനിടയായി That തീർന്നു. she was placed inside of a home. എല്ലാവരും പരീക്ഷിക്കപ്പെട്ട് തളർന്നു കഴിഞ്ഞപ്പോൾ That when everyone tried and was എന്റെ defeated, യേശുവിന്റെ സാന്നിധ്യം അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നു. Jesus' presence comes എന്റെ down. യേശു അവിടെ കടന്നു My വരുവാനിടയായി. Jesus comes there. ഒരു ഭൂതം ബാധിച്ചവനെ സമൂഹത്തിന് പേടിയാണ്. That if the people are scared of a person with one demon, അങ്ങനെയെങ്കിൽ 7 എണ്ണം ബാധിച്ചവരുടെ കാര്യം പറയണമോ? then do we need to talk about one who had പക്ഷെ 7 യേശു demons? അവിടെ കടന്നു വരുവാനിടയായി. But Jesus comes there. യേശു അവളെ സൗഖ്യമാക്കുവാനിടയായി. Jesus heals her. മറിയ എന്തിനാ യേശു സൗഖ്യമാക്കിയത്? Why is it Mary? ഒരു Jesus heals ഉയർപ്പിന്റെ Mary. പകൽക്കാലം എനിക്ക് മുമ്പായി വരുന്നുണ്ട്. There's a resurrection morning coming അനേകർ ahead. ഓടി മാറുമ്പോൾ, That when I run there, അനേകർ പിന്മാറുമ്പോൾ, when many people leave, എനിക്ക് വേണ്ടി കാത്തു നിൽക്കുവാൻ, the one who will wait for me, എനിക്ക് വേണ്ടി വെയിറ്റ് the ചെയ്യുവാൻ one who will wait for ഇവൾ me, ഉള്ളവളാണെന്ന് യേശു തിരിച്ചറിയുവാനിടയായി. that the people would know she is ഇന്ന് waiting for me. പകൽക്കാലം This morning, യേശുവിന് നമ്മളെ ദൂരത്ത് നിന്നറിയാം. Jesus knows us from afar. ആരെല്ലാം ഒതുക്കാൻ നോക്കിയാലും, No matter who tries to put us down, എവിടേക്കെല്ലാം വലിച്ചിഴച്ചുകൊണ്ട് that പോയാലും, wherever they try to throw us, ഇന്ന് പകലിൽ ദൈവത്തിന്റെ പദ്ധതി നിന്റെ മേലുണ്ടെങ്കിൽ, this morning if the will of God is on your ദൈവിക life, നിയോഗം നിന്റെ മേലുണ്ടെങ്കിൽ, that if He has the will in your life, അതിനെ പൊളിക്കുവാൻ അധികാരമുള്ള ഒരുവന്റെ കരം ഇന്ന് പകൽ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. this morning there's an anointing hand ചൂടമാനവ that is ശംഭന flowing in this റിഗാനക place. സിയാന്തനാരക. Yes, അവൻ Lord. വിശ്വസ്തനായ ദൈവമാണ്. That our God, Christ is അവൻ faithful. വിശ്വാസത്തിന്റെ നായകനാണ്. He is the author of അവൻ salvation. പൂർത്തി വരുത്തുന്ന He is യഹോവയാണ്. the perfecter. അവനെ നോക്കുവിനെന്നാണ് തിരുവചനത്തിൽ നാം The കേട്ടത്. scripture tells us who to look to. അവളെ ഒതുക്കാവുന്ന രീതിയിലെല്ലാം ഒതുക്കുവാനിടയായി. And everyone tries to push her down the way they പക്ഷെ could. യേശു അവിടെ വന്നുവാനിടയായി. But yet Jesus comes there. യേശു അവിടെ വരുവാനിടയായി. Jesus comes യേശു there. ഒരാളെ തൊട്ടിട്ടുണ്ടെങ്കിൽ, If Jesus touches one യേശു person, ഒരാളെ അവന്റെ ആത്മാവിനാൽ if നിറച്ചിട്ടുണ്ടെങ്കിൽ, Jesus filled someone with His Spirit, നമ്മൾ ഇന്നത്തെ ദിവസമായിരിക്കും കാണുന്നത്. maybe today we see it. എന്നാൽ മാസങ്ങൾക്ക് ശേഷം, ആണ്ടുകൾക്ക് ശേഷം എന്താ നടക്കാൻ പോകുന്നത്, അവരിലൂടെ എന്താണ് ദൈവം ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അവൻ നിത്യതയിലെ കണ്ട ദൈവമാണ്. But He is a Glory God to who God. saw Hallelujah. long many times ago. നിത്യതയിൽ നിന്ന് അവൻ കണ്ടതാണ്. But from eternity He saw it എനിക്ക് ഈ afar. മതിലിനപ്പുറം കാണാൻ കഴിയത്തില്ല, I cannot see beyond the wall. എനിക്ക് ഈ വാളിനപ്പുറം കാണാൻ I കഴിയത്തില്ല. cannot see beyond the എന്നാൽ wall. ഭാവിയും ഭൂതവും വർത്തമാനവും ഒരുപോലെ കാണുന്ന ഒരുവനെയാണ് ഇന്ന് പകലിൽ നാം ആരാധിക്കുന്നത്. This morning we worship Glory a to God God. who sees it റമന all. ശെഖരിയാന്തന റിമൽ പ്രൗഢിയാന്തനരക. Lord. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ വർത്തമാനകാലം കണ്ട് നീ ഭാരപ്പെടേണ്ട കുഞ്ഞെ. നിന്റെ വർത്തമാനത്തിലെ ഇരുളു കണ്ട് നീ ഭാരപ്പെടേണ്ട. ഒരു ഭാവികാലം നിന്റെ മുമ്പിലുണ്ട്. അഭിഷേകത്തിന്റെ നിറവിൽ, അധികാരത്തോട്, ആത്മനിറവോട് എന്റെ കർത്താവിന്റെ ഒരു സാക്ഷിയായി നിൽക്കുന്ന ഒരു ദിവസം നിന്റെ മുമ്പിലുണ്ട്. That there's a time coming where you'll be a testimony of Christ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് പലരും നിന്നെ വിട്ട് ഓടുവാനിടയാകാം. ഏകാന്തതകളുടെ കടന്നു പോകേണ്ടി വരാ. പക്ഷെ ഒരു കാര്യം ഓർത്താണ്, നീ നിൽക്കുവാൻ തയ്യാറായാൽ ദൈവത്തിന്റെ മഹത്വം നീ അനുഭവിപ്പാനിടയായി You may തീരും. have to go through many things in life, but if you will stay, you will see the glory of എന്റെ God. ഭിന്നിപ്പാഷ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, 3.5 വർഷക്കാലം യേശുവിന്റെ കൂടെ നടന്നവരായി വരെ. That one thing I don't understand, for 3.5 years they walked with Christ. യേശുവിന്റെ റൂട്ട് മാപ്പ് എല്ലാം And ഇവർക്കറിയാം. they knew the ways He goes. ആരെയൊക്കെ
ആരെയൊക്കെ സൗഖ്യമാക്കിയെന്നറിയാം, They know who He's healed. എവിടെയൊക്കെ വിടുതൽ നടന്നെന്നറിയാം. They know where the deliverance has പക്ഷേ happened. ഒരു കാര്യം അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല, The one thing they cannot അവൻ understand, ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള സത്യം. the truth of Glory His to God. resurrection. അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള സത്യം അവർ ഗ്രഹിച്ചില്ല. They cannot fathom, understand the truth of His resurrection. ഇന്ന് പകലിൽ അറിയേണ്ടവണ്ണം അറിയേണ്ട സമയത്ത് അറിയാത്തത് ഒരു വലിയ തെറ്റാണ്. Glory to God. Not knowing the things we should know at the right time is wrong. അറിയരുതാത്തത് അറിയാൻ നീ ആഗ്രഹിക്കണ്ട. The things we do not know, we should not know, we should not പക്ഷേ ഇന്ന് desire to പകലിൽ know. അറിയേണ്ടത് അറിഞ്ഞിട്ടേ മടങ്ങി പോകാവൂ. But you should leave knowing what you should know. Glory to God. Come on. അറിയേണ്ടത് അറിഞ്ഞാൽ If you know the things you should നീ ആള് know, മാറുവാനിടയായി then തീരും. you will be transformed. അതിന്റെ സാക്ഷ്യമായി ഇന്ന് നാം And കേട്ടത് that's the truth we heard. പരിശുദ്ധാത്മാവുണ്ട്, That the Holy Spirit is real. അവന്റെ അഭിഷേകമുണ്ട്, His anointing is real. വരങ്ങളുണ്ട്. His coming is അതിനു real. വേണ്ടി ഒരുവള്ളം ആഗ്രഹിച്ചാൽ And if one desires, അവരെ നിറയ്ക്കാൻ പിതാവ് തയ്യാറാണ്. the Father is willing to fill. അവരെ നിറയ്ക്കാൻ പിതാവ് The തയ്യാറാണ്. Father is willing to പക്ഷെ fill. ചോദിക്കാൻ നാം തയ്യാറാകണം. But we must be ready to എത്ര ask. പേര് ചോദിച്ചിട്ടുണ്ട്? How many of us have asked? കുഞ്ഞുങ്ങൾ എത്ര പേര് ചോദിച്ചിട്ടുണ്ട്? Young people, how many of you asked? എനിക്ക് ആത്മാവിനാൽ That I നിറയപ്പെടണം. want to be filled with the Spirit. മേരി ജോൺസ് എന്ന് പറയുന്ന ഒരു ബാലികയുടെ kഥ ഞാൻ നിങ്ങളോട് Let me പറയുകയാണ്. tell you a story of Mary Johnson. നിങ്ങളുടെ അത്രയും പ്രായമുള്ള ഒരു She ബാലികയായിരുന്നു. was a young girl at your age. ഇംഗ്ലണ്ടിന്റെ ഏതോ ഗ്രാമത്തിൽ അവൾ ജനിച്ചു. That she was born in some village. ആരിലൂടെ യേശുവിനെ പറ്റി അറിഞ്ഞു. Through someone she hears അന്ന് Christ. തിരുവചനം ഇത്രയും സുലഭമല്ലായിരുന്നു. And the word of God wasn't as clear as it is അവിടെ ഉള്ളിൽ today. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എനിക്കൊരു ബൈബിൾ കരസ്ഥമാക്കണം. She has one desire to have a translation of the അപ്പനും Bible. അമ്മയും വീട്ടിൽ കൊടുക്കുന്ന തുച്ഛമായ ചെറിയ കോയിൻസ് ഒക്കെ അവൾ കളക്ട് ചെയ്ത് She സൂക്ഷിക്കുവാനിടയായി. starts collecting and keeping the coins her parents would give her. നാളുകൾ കഴിഞ്ഞു, ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. ഒരു നല്ല എമൗണ്ട് ആയി. അവൾ അറിഞ്ഞു അവിടെ അടുത്തുള്ള ഏതോ ഒരു ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മിഷണറി ദൈവദാസന്റെ കയ്യിൽ ആ ബൈബിൾ ഉണ്ട് എന്ന്. That after about 1 year, she collects some amount of money and knows there's a missionary in another village who is able to help. അവക്കിടാൻ നല്ല ചെരുപ്പില്ലായിരുന്നു. That she did not even have നിങ്ങൾ sandals. ചരിത്രം ഒന്ന് വായിക്കണം. That you need to read this story. ആ ബാലികയുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, She has a desire, this village girl. അടങ്ങാത്ത ഒരു ആഗ്രഹം. She had a great desire. എനിക്ക് ആ ബൈബിൾ മേടിക്കണം, I want to buy this എനിക്കത് Bible. വീട്ടിൽ കൊണ്ടുവരണം, I want to take it home. എനിക്കത് വായിക്കണം, I want to read it. എനിക്കത് ധ്യാനിക്കണം, I want to meditate on അതിലെ it. ക്രിസ്തുവിനെ എനിക്ക് കാണണം. I want to see Christ in ഒരു it. ദിവസം അവള് 16 മൈല് ബെയർ ഫൂട്ടഡ് ആയിട്ട് അവൾ യാത്ര ചെയ്യുവാനിടയായി. One day she travels barefoot 16 miles. അവൾ അവിടെ ചെന്നു, She goes there. മിഷണറിയെ കണ്ടു, She sees the ബൈബിൾ missionary. ചോദിച്ചു. She asks for the Bible. അത് ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ളൊരു മറുപടി ആയിരുന്നു. She gets a response that's അദ്ദേഹം പറഞ്ഞു, എന്റെ disappointing. കയ്യിൽ ഒറ്റ ബൈബിളേ ഉള്ളൂ നിന്റെ ലാംഗ്വേജിൽ. He says that I only have one Bible in your life. വേറൊരാൾക്ക് കൊടുക്കാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തു. I already promised I'd give it to someone else. പക്ഷെ ഇവിടെ ഈ യാതന എല്ലാം അറിഞ്ഞപ്പോൾ But when he finds out her story, ആ പാസ്റ്റർ പറഞ്ഞു, ഞാനത് നിനക്ക് തരാൻ പോവാ. the pastor says, I'll give it to you. അവൾക്കത് കൊടുത്തു. He gives it to അവൾ her. അതുകൊണ്ട് ഓടി. She runs with it. അവൾ പോയ സ്പീഡിനേക്കാളും തിരിച്ച് അവൾ ഭവനത്തിൽ വന്നു. She runs faster than the way she വീട്ടുകാരെ came. എല്ലാം വിളിച്ചു. She calls all of അവൾ the ആ ബൈബിൾ people. വായിക്കാൻ തുടങ്ങി. They read the Bible അവൾ ആ together. ബൈബിൾ വായിക്കാൻ തുടങ്ങി. They read those Bible. മേരി ജോൺസൺ ഒതുപത്തെങ്കിൽ ലോകം The അറിയത്തില്ലായിരിക്കാം. world may never know Mary പക്ഷേ Johnson. അവളിലൂടെ ഒരു വലിയ പ്രസ്ഥാനം പിറക്കപ്പെടുവാനിടയായി. Through her, an യേശുവിന്റെ നാമത്തിൽ organization was founded. ബൈബിൾ സൊസൈറ്റി രൂപം കൊണ്ടത് ഒറ്റ മേരി ജോൺസന്റെ അടങ്ങാത്ത ഉത്സാഹത്തിലാണെങ്കിൽ, ഇന്ന് പകലിൽ യൗവനക്കാരെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉത്സാഹമുണ്ടെങ്കിൽ അതിലൂടെ വലിയ ദൈവപ്രവർത്തികൾ രൂപപ്പെടുവാനിടയാകും. That through the determination of Mary Johnson, the Bible Society was founded. Imagine what our determination ഇനിയും can നമുക്ക് do. അധിക സമയമില്ല. We don't have much time നമ്മുടെ longer. നാഥൻ വരാറായി. Our master's coming മേരി soon. ജോൺസനെ പോലെയുള്ള ജോനാഥാനെ പോലെയുള്ള ചിലരെ ദൈവത്തിന് That ആവശ്യമുണ്ട്. God is looking for some Glory Mary to God. Johnsons and Jonathans. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Amen. ഇന്ന് പകൽക്കാലം ഒരു This തീരുമാനമെടുക്കണം. morning we can make a decision. എനിക്ക് ഈ ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു ദൈവപുരുഷനാകുവാൻ That ആഗ്രഹമുണ്ട്. I want to be a child Glory that to God God. changes the story. തിരുവചനത്തെ മാറോട് ചേർക്കുവാൻ അതനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായി എനിക്ക് That I മാറണം. want to be someone who clings to the Bible and holds to it. അവരെ അനോയിന്റ് ചെയ്യാൻ ദൈവം തയ്യാറായി God നിൽക്കുകയാണ്. is ready to anoint them. അവരെ ഉയർത്തുവാൻ ദൈവം നമ്മുടെ നടുവിലുണ്ട്. God is in the midst of us to raise ഓ, them. യേശുവിന്റെ നാമത്തിൽ Come on. വലിയ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഞാൻ ഇവിടെ This അനുഭവിക്കുന്നുണ്ട്. morning I'm experiencing a great presence ഞാൻ of അടുത്ത God. മെസ്സേജിലേക്ക് എനിക്ക് വരാൻ കഴിയുന്നില്ല. I'm not able to go to the message ഒരു I had. അനോയിന്റിങ്ങിന്റെ സാക്ഷ്യം നാം കേൾപ്പാനിടയായി. That we heard a testimony of an അതിൽ തന്നെ anointing. എന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് And the നിർത്തുകയാണ്. Lord is placing me അതൊരു there. തുടക്കമായി മാറട്ടെ. That may that be the അതൊരു start. ആരംഭമായി മാറട്ടെ. May that be the അതൊരു beginning. ആരംഭമായി മാറട്ടെ. May that be the
the beginning. യേശുവിന്റെ നാമത്തിൽ Yes, in the ഇന്ന് പകൽ ചോദിക്കാൻ തയ്യാറാകുക. In the name of Jesus, be ready എന്നോട് now. ചോദിച്ചു കൊള്ളുക കർത്താവ് പറഞ്ഞത്. God says, ask ഞാൻ me. നിങ്ങൾക്ക് തരുന്ന I ദൈവമാണ്. shall give it to you. ചോദിച്ചാൽ അവൻ തരും If പ്രിയമുള്ളവരെ. you ask, he'll give, ചോദിച്ചാൽ അവൻ beloved. തരും If പ്രിയമുള്ളവരെ. you ask, he'll give, ഞാൻ beloved. പറയട്ടെ, ഞാനൊരു വിക്കനായ മനുഷ്യനാണ്. Let me say, I cannot speak very ഞാൻ ഈ well. പോകുന്നിടത്തെല്ലാം എന്റെ ഈ സാക്ഷ്യം പറയും. That I share my testimony ഞാൻ everywhere. ചെറുപ്രായത്തിൽ എനിക്ക് നല്ലവണ്ണം സംസാരിക്കാൻ That at അറിയത്തില്ലായിരുന്നു. a young age, I couldn't speak well. പക്ഷേ അങ്ങനെ ഇരുന്നപ്പോൾ എന്റെ മേൽ ദൈവവിളിയും കർത്താവിന്റെ വചനം പഠിപ്പാൻ കടന്നു പോകാൻ അവസരം ലഭിപ്പാനിടയായി. And while I was like this, God gave me an opportunity to go to Bible school and learn the word. ഞാൻ ഒരു സെമസ്റ്റർ ദൈവവചനം പഠിച്ചു മടങ്ങി എന്റെ മാതൃ ചർച്ചിൽ വരുവാനിടയായി. That I studied the word of God for one semester, came back to my home church. മാതൃ ചർച്ചിൽ വന്നപ്പോൾ 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. And while I was there was a 3-day fasting prayer. രണ്ടാമത്തെ ദിവസം ഉച്ച സമയത്താ Second day at noon, കർത്താവിന്റെ ദാസൻ പറഞ്ഞു വചനം സംസാരിക്കണമെന്ന്. the Son of God told me to speak. ഞാൻ പറഞ്ഞു മറ്റൊരു പ്രാവശ്യമാകട്ടെ. I said maybe another കാരണം time. എന്റെ ബലഹീനത Why? എനിക്കറിയാമായിരുന്നു. Because I'm aware of my ഞാൻ weakness. ഒഴിവ് കഴിവുകൾ പറഞ്ഞു. That I said many പക്ഷെ excuses. കർത്താവിന്റെ ദാസനെ എൻകറേജ് ചെയ്തു. The Son of God encouraged me. ഞാൻ എഴുന്നേറ്റു. I stood up. മോശയെ പറ്റി നമുക്കറിയാം എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പരിപാലിച്ചിരിക്കുന്ന ഭാഗം എടുക്കുവാനിടയായി. And I opened the book where it speaks about Exodus and Moses there. 45 മിനിറ്റ് സമയം തന്നു. He gave me 45 minutes. വെറും 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുവാനിടയായി. 5 minutes I concluded. ഞാൻ പറഞ്ഞതൊന്നും ആർക്കും മനസ്സിലായില്ല. That what I said no one understood. ഹൃദയം തകരുവാനിടയായി. My heart was broken. കണ്ണുനീരോടുകൂടെ ഞാൻ ഇവിടെ And I ഇരിക്കുവാനിടയായി. sat there in tears. ആ ദൈവദാസൻ എഴുന്നേറ്റ് അതേ സബ്ജക്റ്റ് അരമണിക്കൂർ പ്രസംഗിച്ചു. And the Son of God took 30 minutes and spoke about അടുത്ത that. ആശീർവാദ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ And while the benediction was ആരും കാണാതെ without anyone seeing, ആരെയും ഫേസ് ചെയ്യുവാൻ വയ്യാത്തതുകൊണ്ട് not able to face anyone, ഞാൻ അവിടുന്ന് ഇറങ്ങി then I നടക്കുവാനിടയായി. left there. എന്റെ വീട്ടിൽ കടന്നുപോയി. I went home. എന്റെ ഭവനത്തിൽ കടന്നുപോയി. I went inside my house. 2:30 മണിയായ സമയത്ത് At 2:30, ഞാൻ മുഴങ്കാലിരുന്നു. I got on my ഞാൻ knees. ദൈവത്തോട് ചോദിച്ചു, I asked the Lord, നീ എന്തിനാണ് എന്നെ വിളിച്ചത്? God, why'd you call ഇങ്ങനെ me? ദൈവത്തോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ I'm questioning God. ആത്മാവിൽ ആരാധിക്കുവാൻ തുടങ്ങി. I started worshiping in the Spirit. ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ I started worshiping in the Spirit. അന്യഭാഷയിൽ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ And while I started speaking ഒരു in tongues, പദം എന്റെ നാവിലൂടെ കടന്നു വന്നു. then someone comes there. ഒരു വേട് എന്റെ വായിലൂടെ കടന്നു വന്നു. One word comes in my mouth. കർത്താവേ, ദൈവവചനം സംസാരിക്കുമ്പോഴെങ്കിലും Then at least when I speak the word, Lord, ദൈവവചനം സംസാരിക്കുമ്പോഴെങ്കിലും at least when I speak the ഒരു word, വാക്ക് Lord, പോലും വിൽക്കുവാൻ അനുവദിക്കരുത്. God, don't let me stutter on one അതായിരുന്നു word. പ്രാർത്ഥന. I was my prayer. അതെന്റെ ബുദ്ധിയിൽ ഫീഡ് ചെയ്ത പ്രാർത്ഥനയല്ലായിരുന്നു. That was a prayer in my അത് knowledge. ആത്മാവിൽ That was a പ്രാർത്ഥിക്കുവാനിടയായി. prayer in my spirit. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം And while I'm praying ആ like ഉച്ച that, സമയത്ത് that afternoon, കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണമേ, Children, ആരും എന്റെ റൂമിലില്ലായിരുന്നു. children, listen, there's no one in my ഒരു വലിയ room. ദൈവ സാന്നിധ്യം അവിടെ There's a ഇറങ്ങുവാനിടയായി. great presence of God ആ there. ദൈവ സാന്നിധ്യം ഞാൻ I അനുഭവിപ്പാനിടയായി. experienced the ഇന്നും presence ഞാനത് of God. അനുഭവിക്കുന്നുണ്ട്. Today I'm still എന്റെ experiencing. നാവിന്റെ ഭാരം എടുത്തു മാറ്റുന്നത് പോലെ ഞാൻ അനുഭവിപ്പാനിടയായി. As if a burden was lifting off my tongue, I എന്റെ felt that. നാവിനൊരു പെരുപ്പ് ഞാൻ Then I അനുഭവിപ്പാനിടയായി. felt something on my tongue. അന്ന് എന്റെ അപ്പന്റെ കാര്യം ആ പാരമ്പര്യ രോഗത്തെ എന്നേക്കുമായി And സൗഖ്യമാക്കുവാനിടയായി. on that day, my Father healed that forever. അന്നു മുതൽ ഇന്ന് വരെ From that day till കഴിഞ്ഞ now, 20 പരം വർഷമായി last more 20 years, എവിടെയെല്ലാം എന്റെ നാഥന്റെ വചനവുമായി നിൽക്കുമോ wherever my master leads അവൻ me, ഒരൊറ്റ വാക്ക് പോലും വിൽക്കുവാൻ അനുവദിച്ചിട്ടില്ല. yet not one word has been എന്റെ stuttered. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. My God does അവൻ miracles. അത്ഭുതങ്ങളുടെ ദൈവമാണ്. My God is a അവൻ miracle. മിറക്കിൾ വർക്കറാണ്. Amen. ഇന്ന് പകൽ അവന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന This ദൈവമാണ്. morning was the day that he'll reveal his word. കരയുവാൻ തയ്യാറായാൽ, If you're ready to cry, കരയുവാൻ if തയ്യാറായാൽ you're ready to cry, യേശു ഉയർക്കുമെന്ന വചനം അകത്തില്ലാത്തത് കൊണ്ട് ശിഷ്യന്മാര് വീട്ടിലേക്ക് മടങ്ങി. because the news of resurrection wasn't in their hearts, they go, എത്രയോ പ്രാവശ്യം എവിടെയെല്ലാം ഇത് പറഞ്ഞതാ. how many places has the Lord spoken about ഒരിക്കൽ പറഞ്ഞപ്പോൾ പറയുന്നതിന് മുമ്പ് യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, എന്നെ പറ്റി ജനങ്ങൾ എന്തോ പറയുന്നേ? Once before he shared about his resurrection, he asked the disciples, what do the people say about me? ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. Each person gave their ideas. ഏലിയാവാണെന്നും മോശയാണെന്നും ജെരമിയാവാണെന്നും ഒക്കെ പറഞ്ഞു. Then they said, you're Elijah, Moses, Jeremiah. പത്രോസ് പറയുവാനിടയായി, Peter says, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. you are the son of the living God, the Messiah. യേശു എന്തുവാ പറഞ്ഞത്? Do you know what Jesus said? ഏയ് ബെരേന ശിമോനെ, നീ ഭാഗ്യവാനാണ്. Oh, you're a blessed man. നിനക്ക് ജഡരക്തങ്ങൾ അല്ല ഇത് വെളിപ്പെടുത്തിയത്, That is not the flesh and blood that revealed നിനക്ക് this to you, ദൈവമാണ് ഇത് but വെളിപ്പെടുത്തിയത്. my Father who എന്നിട്ട് revealed അവനോട് this. പറഞ്ഞു എന്തോന്നറിയാമോ? And then you know what he says to them? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരികയാണ്. I'm giving you the keys of നീ heaven to you. ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ What കെട്ടപ്പെട്ടിരിക്കും. you bind on this earth will be bound in നീ heaven. ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. What's unbound on earth will be unbound in heaven. ഇതെല്ലാം കർത്താവ് അങ്ങോട്ട് കൊടുത്തു. God gives them everything. എന്നിട്ട് അന്ന് തന്നെ And then that day, അടുത്തത് എന്തുവാ കർത്താവ് പറഞ്ഞെന്നറിയാമോ? what does Father Christ say next? മഹാപുരോഹിതന്മാരാലോ ശാസ്ത്രിമാരാലോ ഈ കർത്താവ് പിടിക്കപ്പെടാൻ പോകുകയാണ്. That he is about to be captured by the leaders of the government. അവനെ കൊല്ലുവാനിടയായി The തീരും. soldiers will kill him. അവൻ 3-ാം ദിവസം And on the third day ഉയർത്തെഴുന്നേൽക്കുവാനിടയാകും. he'll be resurrected. ഈ സീക്രട്ട് അങ്ങോട്ട് വെളിപ്പെടുത്തി. The secret was revealed ഈ there. വെളുത്തിയപ്പുറത്ത് പത്രോസ് എന്താ ചെയ്തെന്നറിയാമോ?
എന്താണെന്നറിയാമോ? Do you know what Peter does after this revelation? പത്രോസ് കർത്താവിനെ രഹസ്യമായിട്ട് ഇങ്ങ് വിളിച്ചോണ്ട് പോയി. Peter calls Jesus aside secretly. ഞാനത് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പത്രോസ് രഹസ്യമായി വിളിച്ചോണ്ട് പോയതായാലും പത്രോസിന്റെ ഭാഗ്യമെന്ന് പറയാം. That we can say like this, it was a blessing that he called Jesus aside in secret. രഹസ്യമായിട്ട് വിളിച്ചോണ്ട് പോയിട്ട് കർത്താവിനെ ശാസിച്ചു. That calling Jesus aside, he rebukes Jesus. സ്വർഗ്ഗരാജ്യത്തിന് താക്കോൽ അങ്ങോട്ട് കൊടുത്തതേ ഉള്ളൂ. He just gave him the keys to Hades. കിട്ടുന്നതെല്ലാം അഴിയുമെന്ന് പറഞ്ഞതേ ഉള്ളൂ. He just said that whatever you bind will be അപ്പോഴേ കർത്താവിനെ ശാസിക്കാൻ തുടങ്ങി. and immediately he rebukes him. കർത്താവ് എന്തോ ചെയ്തെന്ന് Do അറിയാമോ? you know what Jesus does? കർത്താവിനോട് പോ പിശാചി എന്ന് പറഞ്ഞു. Jesus, get away from me, Satan. കുറച്ച് മുന്നേ എന്തോ പറഞ്ഞേ? Do you know what he said earlier? ഭാഗ്യവാൻ എന്ന് വിളിച്ചവനാ. The one who was called blessed. ഒത്തിരി അധികാരങ്ങൾ കൊടുത്തവനാ. The one who had much authority. കർത്താവിന് ഒരു കാര്യം മനസ്സിലായി. Jesus understood one ഇവന്റെ thing. സ്നേഹം കൊണ്ടല്ല ഇവൻ പറയുന്നത്. That he doesn't speak with his ഇവൻ love. പോലും അറിയാതെ ഇവന്റെ വാക്കുകളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഇവന്റെ പിന്നിൽ വ്യാപരിക്കുന്നുണ്ട്. There's a spirit that's working within him that he does not understand. ചില വാക്കുകളുടെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി നാം തിരിച്ചറിയുവാൻ That we തയ്യാറാകണം. need to discern some spirits behind the words ഇന്ന് that are പകൽക്കാലം said. അതിനെ തിരിച്ചറിയാൻ തയ്യാറായാൽ And if you're ready to discern പല that, പ്രശ്നങ്ങളും then പരിഹരിക്കപ്പെടുവാനിടയാകും. many problems will be പല solved. വിഷയങ്ങളും സോൾവ് ചെയ്യുവാനിടയാകും. Many situations will be പത്രോസേ, resolved. നിന്റെ കുഴപ്പമല്ലത്. Peter, it's not your നീ fault. പോലും അറിയാതെ A spirit that you do not know. നിന്റെ വാക്കുകളുടെ പിന്നിൽ വ്യാപരിക്കുന്ന That there's a spirit that's at ആ work in you. പൈശാചിക ബന്ധനത്തെ എന്റെ കർത്താവ് ശാസിക്കുവാനിടയായി That's തീർന്നു. a satanic power be gone. ഇന്ന് പകൽക്കാലം ഭവനത്തിന്റെ അകത്തളങ്ങളിൽ, നമ്മുടെ ജോലി മേഖലകളിൽ, എവിടെയുമാകട്ടെ, ചില വ്യക്തികൾ നമ്മളെ സ്നേഹിക്കുന്നവർ പോലും ചില വാക്കുകൾ നമ്മളെ വേദനപ്പെടുത്തുന്ന വാക്കുകളായി രൂപപ്പെടുമ്പോൾ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി അറിഞ്ഞ് അതിനെ ശാസിക്കുവാൻ തയ്യാറായാൽ അത് വിട്ട് ഓടിപ്പോകുവാനിടയായി That തീരും. maybe it's at work or at home or somewhere. The spirit that's saying bad യേശുവിന്റെ things, നാമത്തിൽ. if we would rebuke that, it would be gone. അപ്പോൾ അവിടെയും യേശു ഇത് പറഞ്ഞതാണ്. And there Jesus says that. യേശുവിന്റെ ഉയർപ്പിനെ പറ്റി പറഞ്ഞതാണ്. Jesus speaks of his resurrection. പക്ഷേ ഉൾക്കൊള്ളാനോ ഗ്രഹിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. And yet to grasp that they could അവർ not. അവരുടെ പാട്ടിന് പോയി. They go their own direction. അവരവരുടെ വഴിക്ക് പോയി. They go their own way. പക്ഷെ മറിയ എന്താ ചെയ്തത്? What does Mary do? മറിയക്ക് ഒത്തിരി വചനങ്ങളൊന്നും അറിയത്തില്ല. Mary doesn't know much പക്ഷെ word. സ്നേഹം, യേശുവിനോടുള്ള സ്നേഹം നിറഞ്ഞു തുളുമ്പുകയാണ്. Yet she's overflowing with ഈ the love രണ്ട് of God. കൂട്ടരും ഇന്ന് സഭയിലുണ്ട്. That both of those people are ഈ in the രണ്ട് church. കൂട്ടരും എല്ലായിടത്തുമുണ്ട്. Both of those people are സ്നേഹം everywhere. തുറഞ്ഞു തുളുമ്പുകയാണ്. That they're overflowing with എന്തും love. ചെയ്യുവാൻ തയ്യാറായി Ready നിൽക്കുകയാണ്. to do whatever. അങ്ങനെയുള്ളവരാ ദൈവപ്രവൃത്തി കാണുന്നത്. That those people will see the work of Stay God. back. Stay back. നിങ്ങൾ അവിടെ നിന്നാട്ടെ. If you stay there, മറിയ ആരും പോകട്ടെ. Mary, let them go. എന്തും സംഭവിക്കട്ടെ. Let whatever happen. നിനക്ക് ദൈവമഹത്വം കാണണമെങ്കിൽ, But if you want to see the glory of നിനക്ക് God, ദൈവമഹത്വം if കാണണമെങ്കിൽ you want to see the glory of നീ God, ഓടിപ്പോകരുത്. do not run away. നീ നിൽക്കാൻ തയ്യാറാകണം. Be ready to stand. അങ്ങനെ നിൽക്കുന്നവർക്ക് വേണ്ടിയാ സ്വർഗം പ്രവർത്തിച്ചിട്ടുള്ളത്. And for those people, God അങ്ങനെ works. നിൽക്കുന്നവർക്ക് വേണ്ടിയാ സ്വർഗം And for പ്രവർത്തിച്ചിട്ടുള്ളത്. those people, the heavens work. അവിടെ അവൾ നിൽക്കുവാനിടയായി. There she stays. എന്തോ ചെയ്തത്? കരയായിരുന്നു. What does she do? She cries. കരച്ചിലായിരുന്നു അച്ഛാ. She's crying. കരയുമായിരുന്നു. She's crying. പക്ഷെ ഒരു പദം എന്നെ സ്പർശിച്ചു. But one thing changed. കരയുന്നതിന്റെ ഇടയിൽ, That in the midst of her crying, കരയുന്നതിന്റെ ഇടയിൽ in the midst of her crying, അവൾ കുനിഞ്ഞു നോക്കി. she looks down. അവിടെയാ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. There the work of God is വെറും revealed. കരച്ചിലല്ലായിരുന്നു. Wasn't just crying, കരയുന്നതിന്റെ ഇടയിൽ but in the midst of her അവൾ crying, കുനിഞ്ഞു നോക്കുവാനിടയായി. she looks down. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഏതെങ്കിലും കോർണറിൽ നിന്ന് കരഞ്ഞിട്ട് ഇങ്ങനെ മുഖം വെച്ച് കരയുമ്പോൾ ഇവിടെ എങ്ങനെ എനിക്കറിയത്തില്ല, അവർ ഈ വിരലുകളെ കൂടി ഇങ്ങനെ നോക്കും ആരെങ്കിലും വന്നേരം എടുക്കുന്നുണ്ടോ എന്ന്. Some kids, when they're crying, they'll cover their face and they'll look to see if anyone will pick them up. അവരിങ്ങനെ നോക്കും. They'll look like this. ആ കരച്ചിന്റെ വോളിയം കുറഞ്ഞുകൊണ്ട് വരും. And their crying will നമ്മൾ volume goes down. ശ്രദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ വോളിയം And കൂട്ടിക്കൊണ്ടിരിക്കും. if they recognize no one's looking, they'll cry അങ്ങനെ ഒരു louder. കരച്ചിലല്ലായിരുന്നു ഇവിടെ കരച്ചില്. That kind of crying wasn't this. കരയുന്നതിന്റെ ഇടയിൽ That in the midst of her crying, മറിയ വീണ്ടും ആ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കി. Mary again looks into the tomb. മറിയ, നീ എന്തിനാ കുനിഞ്ഞു നോക്കുന്നത്? Mary, what are you looking at? മുകളിൽ എഴുതിയേക്കുന്ന പത്രോസ് വന്ന് കുനിഞ്ഞു നോക്കി. That it says Peter looked down. അവൻ നോക്കിയപ്പോൾ എന്താ കണ്ടത്? What does Peter see? യേശുവിന്റെ റൂമാല് കണ്ടു. He sees Jesus' burial clothes. ആ ശീലകൾ കിടക്കുന്നത് കണ്ടു. That he sees the things laying അത് there. തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോട് കിടക്കാതെ വേറൊരിടത്ത് മാറി കിടക്കുന്നത് കണ്ടു. That the linen clothes that were lying there were somewhere else. ഒരു വലിയ റിസർച്ച് നടത്തി പത്രോസ്. That Peter does a great research there. അതിന്റെ അകലമൊക്കെ സ്ഥിരീകരിച്ചു കാണും. That he was examining everything. സയന്റിഫിക്കലി അവൻ ഒരു വലിയ റിസർച്ച് നടത്തി. Scientifically, he's doing a research there. സയന്റിഫിക്കലി അവൻ പ്രൂവ് ചെയ്തു. He's proving scientifically യേശുവിന്റെ ശരീരം ഇവിടെയില്ല. that Jesus' body is in here. ഇവന്റെ റൂമാൽ മാത്രമേ ഉള്ളൂ. That only his linen cloth അതേ is there. സ്ഥലത്തേക്ക്, And in that same place, അതേ കല്ലറയിലേക്ക്, in that same tomb, സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടേക്ക്, scientifically proving സയന്റിഫിക്കലേക്ക് റിപ്പോർട്ട്
എഴുതിയെടുത്തേക്ക്. writing a scientific report. പ്രാർത്ഥിക്കുന്നവൾ, The one who reversed, കരയുന്നവൾ, the one who cried വിശ്വാസത്തോട് in faith. ഒന്നുകൂടെ നോക്കുവാൻ തയ്യാറായി. She again Glory looks. to God, glory to God, Come on. glory to God, glory to God. അതേ പ്രതലത്തിലേക്ക് ഒന്നുകൂടെ നോക്കാൻ തയ്യാറായി. She again looks there. Glory to God, hallelujah. ഒരു വ്യത്യാസം കാണുകയാണ്. There's a difference in what she എന്താ sees. അവള് കണ്ടത്? What does she see? എന്താ കണ്ടത്? What is she seeing? പത്രോസ് കണ്ടതല്ല അവള് കണ്ടത്. She does not see what Peter പത്രോസ് sees. കണ്ട യേശുവിന്റെ റൂമാലല്ല അവള് കണ്ടത്. She does not see the അവിടെ one ദൈവ Peter sees. സാന്നിധ്യം കാണുവാനിടയായി. She sees the presence of അവിടെ God. ദൂത സാന്നിധ്യം കാണുവാനിടയായി. She sees the angelic presence. മറിയെ ഇന്ന് പകൽക്കാലം Mary today, എന്ത് തരത്തിലുള്ള വിഷയങ്ങൾ കടന്നു വന്നാലും, this morning, whatever problem comes your ആരെല്ലാം way, നിന്നെ നിരുത്സാഹപ്പെടുത്തിയാലും, whoever hurts you in any way, ആരെല്ലാം കൂടെ നിൽക്കാനില്ലെങ്കിലും, no matter who's not there with you, ഒറ്റയ്ക്കാണെങ്കിലും, even if you're alone, പിടിച്ചു വെക്കുവാൻ if തയ്യാറാണെങ്കിൽ, you're ready to stand there, നിൽക്കുവാൻ if തയ്യാറാണെങ്കിൽ, you're ready to stand, ആരും കാണാത്തത്, that what no one can ആരും see, കാണാത്തത് what no one can see, എന്റെ ദൈവം നിന്നെ കാണിക്കും. my Christ will reveal to you. ആരും കണ്ടിട്ടില്ലാത്തത് What no one has ever seen, നിന്റെ ദൈവം നിന്നെ കാണിക്കും. your God will reveal പക്ഷെ to you. നിൽക്കുവാൻ തയ്യാറാകണം. But you must be ready to നിൽക്കാൻ stand. തയ്യാറാകണം. You must be ready അവരെ to ഇവരെയും stand. കണ്ട് ഓടരുത്. Do not run when you see അവരും it. ഇവരും ചെയ്യുന്നത് കണ്ട് നീ പിന്മാറരുത്. Stand and do not go നീ away. നിൽക്കാൻ തയ്യാറായാൽ If you are ready to സ്വർഗ്ഗം നിന്നെ stand, കാണിക്കുവാൻ തയ്യാറാണ്. the heavens are ready to reveal to ദൂതന്റെ you. സാന്നിധ്യം കാണുവാനിടയായി. You are to see the angel. അതുകൊണ്ട് തീർന്നില്ല. And it doesn't stop അവൾ there. അവരോട് പറയും, എന്റെ നാഥന്റെ ബോഡി എവിടെ വെച്ചിരിക്കുന്നത്? He asked them, where's my master's ആ body? ജീർണിച്ച ശരീരം എടുത്തുകൊണ്ട് പോകാൻ പോലും തയ്യാറാണ്. That she's ready to take his body. യേശു അവൾ പോലും അറിയാതെ അവിടെ ഉണ്ടായിരുന്നു. That without her even knowing യേശു Jesus അവളെ was there. വിളിച്ചു, Jesus calls her മറിയേ. Mary. ഒന്നാമത്തെ ഉയർപ്പിന്റെ പകൽക്കാലം That on this first resurrection morning, യേശുവിനോടുള്ള സ്നേഹത്തോടുകൂടെ ഒഴിഞ്ഞ കല്ലറയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞപ്പോൾ സ്നേഹവാനായ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സ്വരം അവൾ കേൾക്കുവാനിടയായി that തീർന്നു. when she was standing Glory there to God. crying, she hears the voice of a resurrected Savior. ഇന്നൊരു ഉയർപ്പിന്റെ പകൽക്കാലമാണ്. This morning is a നാഥന്റെ resurrection സ്വരം morning. കേൾക്കുവാൻ തയ്യാറാകണം. Are you ready to hear അവന്റെ his voice? ശബ്ദം കേൾക്കുവാൻ തയ്യാറാകണം. We need to be ready to അവൻ hear his എന്തോ voice. നമ്മളോട് പറയുവാനുണ്ട്. That he has something to say അവൻ to us. പറയുവാൻ മാത്രമല്ല, Not only to speak ഒരു to us, മെസ്സേജ് but a കൈമാറാനുണ്ട്. message to hand over to us. ഒന്നാമത് മറിയ ഓടിയത് എങ്ങനെ പറയാൻ, എന്തോ പറയാനായിരുന്നു? Now what did Mary run to say? ഫസ്റ്റ് ടൈം അവൾ ഓടിയപ്പോൾ നിരാശയുടെ വാക്ക് The പറയാനായിരുന്നു. first time she ran to say a word of grief, ശൂന്യതയുടെ വാക്ക് a പറയാനായിരുന്നു. word of emptiness, യേശുവിനെ കണ്ടില്ലെന്ന് to പറയാനായിരുന്നു. say I did not see പക്ഷെ Christ. രണ്ടാമതൊരോട്ടമോടി, But the second running, രണ്ടാമതൊരോട്ടമോടി, the second running, ഒരു സെക്കൻഡ് ചാൻസ് ദൈവം the തരികയാണ്. second chance he gives, ഒരു സെക്കൻഡ് ചാൻസ് ദൈവം a second തരികയാണ്. chance Christ gave, ഫസ്റ്റ് ചാൻസ് അല്ല, not the first chance, ഒന്നാമത്തെ ചാൻസ് അല്ല, not the first chance, സെക്കൻഡ് ചാൻസ് നീ ഓടുമ്പോ but in the second chance നിനക്ക് when you പറയാൻ run, ഒരു അത്ഭുതത്തിന്റെ വാർത്തയുണ്ട്. must be a word of Glory to God. miracle. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു വാർത്തയല്ല നീ പറയാൻ പോകുന്നത്. That you're not to say what you said last time. രണ്ടാമത് നീ ഓടുമ്പോൾ ആ ഓട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. But the second time you run, there's a അതിനകത്തൊരു reason. വാർത്തയുണ്ട്. There's a news ഞാൻ there. മരിച്ചവനെ കാണാനാ പോയത്, I went to see the ഞാൻ dead. ജീർണിച്ചവനെ കാണാനാ I went പോയത്, to see the decayed. പക്ഷെ ഞാൻ ഉയർത്തെഴുന്നേറ്റവനെ കാണുവാനിടയായി. But I saw the resurrected. ഉയർത്തെഴുന്നേൽപ്പനെ I saw കാണുവാനിടയായി. the resurrected one. ലോകത്തിൽ ആദ്യമായി ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണാൻ ഭാഗ്യം ലഭിച്ചവളായി അവൾ മാറുവാനിടയായി That Mary തീർന്നു. was the first one to see Christ. A blessed നിന്റെ ഒറ്റപ്പെടൽ, നിന്റെ കരച്ചിൽ, നിന്റെ കണ്ണുനീർ ഇന്ന് പകലിൽ വേറിട്ട ഒരു അനുഭവത്തിലേക്ക് ദൈവാത്മാവ് നിന്നെ നടത്തുവാൻ തയ്യാറാണ്. അത് നീ കാണുവാനിടയാകും. അതൊരു സാക്ഷ്യമായി പ്രഖ്യാപിക്കപ്പെടുവാനിടയായി തീരും. that the Lord He is Glory seeing to in your God. loneliness to take you somewhere else. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. Let us prepare for ഒരു that. നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ Let me take a ആഗ്രഹിക്കുന്നു. moment and pray for you. സാഹചര്യങ്ങളെ നോക്കണ്ട, Do not look at your situation. അവസ്ഥകളെ നോക്കണ്ട, Do not look at the ആര് situation. കൂടെ ഉണ്ട് ഇല്ല എന്ന് Do നോക്കണ്ട. not look who's with you and who's not. കേൾക്കേണ്ടതും അറിയേണ്ടതും അറിയുവാൻ തയ്യാറായാൽ, Be ready to hear what you need to hear and see what you need to see. നിർത്തിയിരിക്കുന്നിടത്ത് നിൽക്കുവാൻ To തയ്യാറായാൽ, stand where you're called to stand. കരയുവാൻ തയ്യാറായാൽ, If you're ready to cry, വിശ്വാസത്തോട് കരയുവാൻ തയ്യാറായാൽ, to cry in faith, പലരും കാണാഞ്ഞത് നീ കാണുവാനിടയാകും. that what no one has seen you will see. പലതും ഇട്ടിട്ട് പോയത് നീ കാണുവാനിടയാകും. What you have let go, many people will see. പലർക്കും കിട്ടാഞ്ഞത് നീ You will പ്രാപിക്കുവാനിടയായി receive തീരും. what many have not received. ആ മെസ്സേജ് പലരെ ഉറപ്പിക്കുന്ന That മെസ്സേജായി മാറും. word will bring confidence to many. ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങൾ അതിനു വേണ്ടി ഏൽപ്പിക്കുകയാണ്. Lord, we submit ourselves for ഇന്ന് that. പകൽ ആരെങ്കിലും രോഗികളായി If there's ഭാരപ്പെടുന്നുണ്ട്, any sick here, യേശുവിന്റെ കരം അവരെ that the തൊടുമാറാകണമേ. hand of Christ will touch them. അത്ഭുത വിടുതൽ നടക്കട്ടെ കർത്താവേ. That there be miracles അത്ഭുത there. സൗഖ്യം നടക്കട്ടെ കർത്താവേ. Would it be a miracle അഭിഷേകത്തിന്റെ നിറവിനാൽ നിറച്ചാട്ട് Of കർത്താവേ. anointing there, ഇന്ന് Lord. കേട്ടതുപോലുള്ള സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കട്ടെ കർത്താവേ. Would we continue to hear that യേശുവിൻ kind of നാമത്തിൽ testimony? ഞങ്ങൾ അനുഗ്രഹിച്ച് In the name of പ്രാർത്ഥിക്കുകയാണ്. Jesus, we bless your എഫെസിന്റെ people. അതിരുകളെ വിശാലമാക്കിയതുപോലെ That would you expand ഒരു വലിയ territories? വിശാലത ദൈവം കൽപ്പിക്കണമാറാകണമേ. A great expansion will happen. ആത്മാക്കളുടെ ഒഴുക്ക് ദൈവം കൊടുക്കുമാറാകണമേ. That a flow of people. ആദിമ നൂറ്റാണ്ടിലെ വിടുതലുകൾ നടക്കട്ടെ. That a miracle to the First Testament church. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. We bless them in your name. യേശുവിൻ നാമത്തിൽ തന്നെ. In Christ's name. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.